ദൈവ പദ്ധതിയുള്ളതിനെ തകർത്തു കളയാൻ ഒരു പിശാചിനും ഒരു കാലത്തും പറ്റത്തില്ല. അതിന്റെ വാക്ക് നമുക്ക് ഇച്ചിരി പരീക്ഷണം തരും, ഇച്ചിരി പ്രതിസന്ധി തരും, ഇച്ചിരി വെല്ലായ്മകളൊക്കെ തരും, നമ്മുടെ ഉറക്കം കെടുത്തുന്ന കുറച്ച് ദിവസങ്ങളൊക്കെ വരുമായിരിക്കും. ദൈവ പദ്ധതിയുള്ള നിന്നെ, ദൈവത്തിന്റെ പദ്ധതിയുള്ള നിങ്ങളുടെ കുടുംബത്തെ ഒരാഭിചാരത്തിനും ഒരു മന്ത്രവാദത്തിനും ഒരു കൂടോത്രക്കാരനും ഒരു അസൂയക്കാരനും ഏഷണിക്കാരനും കുറ്റം പറഞ്ഞു നടക്കുന്നവനും ദൈവ പദ്ധതിയുള്ളതിനെ തകർത്തു കളയാൻ പറ്റത്തില്ല. ദൈവം നൽകിയ ഈ നല്ല സമയത്തെ ഓർത്തൊന്ന് നന്ദി പറഞ്ഞേ. ദൈവം എന്നോട് കരുണ തോന്നുന്ന സമയമാണിത്. സർവശക്തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യങ്ങളിലും പരിഹാരം തരുന്ന ദൈവത്തിൻ്റെ സമയമാണിത്. കണ്ണുകളെ നമുക്കടയ്ക്കാം. എന്നോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഇന്ന് കേൾക്കുന്ന വചനത്തിലൂടെ എന്നോട് സംസാരിക്കണമേ. എനിക്കൊരു സാക്ഷ്യം പറയാനുള്ളത് എനിക്ക് തരണമേ. ഈ വന്ന് പ്രാർത്ഥിച്ചത് നഷ്ടമായി എന്നാരും പറയാൻ ഇടവരുകയില്ല. യാദൃശ്ചികമായി വന്നവരാകാം, ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവന്നവരാകാം, സ്വന്തം ഇഷ്ടം അനുസരിച്ച് വന്നവരാകാം. എല്ലാവരെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ, ദൈവത്തിൻ്റെ സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ്റെ സ്നേഹത്തെ സ്വീകരിക്കാൻ. ഞാൻ യോഗ്യനല്ല എൻ്റെ യേശുവേ ആ ഒരു അനുഗ്രഹത്തെ സ്വീകരിക്കുവാൻ. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്തിനാണെന്നറിയാമോ എന്നെ വിളിച്ച് വേർതിരിച്ചത്? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുമെന്ന് പറയാനാണ്. യേശു പറഞ്ഞത് പറയാനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. യേശു പഠിപ്പിച്ചത് പറയാനും യേശു പറഞ്ഞത് പറയാനും. അല്ലാതെ ഒരു വ്യക്തിയോട് നീ തകർന്നു പോകത്തേ ഉള്ളൂ, നീ രക്ഷപ്പെടത്തില്ല എന്ന് പറയാനല്ല ഞങ്ങളിവിടെ നിൽക്കുന്നത്. നീ രക്ഷപ്പെടും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്ന് പറയാനാണ്. ഇതാണ് യേശു നമ്മെ പഠിപ്പിച്ചത്. യേശു പറഞ്ഞു ശിഷ്യന്മാരോട്, നിങ്ങൾ ഏത് ഭവനത്തിൽ ചെന്നാലും ആ ഭവനത്തിന് ശാലോം, സമാധാനം എന്ന് പറയണം. അല്ലാതെ ഇങ്ങനെ പറഞ്ഞില്ലല്ലോ, ഏത് വീട്ടിൽ ചെന്നാൽ ഇവിടെ പ്രശ്നമുണ്ട്, ഇവിടെ തകിടുണ്ട്, ഇവിടെ ബന്ധനമുണ്ട്, ഇവിടെ പോക്കുവരവുണ്ട്, ഇവിടെ ദോഷം കിടപ്പുണ്ട്, കുഴിച്ചെടുക്കണം എന്നൊന്നും പറയാനല്ല പറഞ്ഞത്. യേശു ഏത് വീട്ടിൽ ചെന്നാലും നിങ്ങൾ അവരോട് പറയണം, ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ. നിങ്ങൾ കൊടുത്ത സമാധാനം, ദൈവത്തിൻ്റെ സമാധാനം അവിടെ നിലനിൽക്കും. അല്ലാതെ ദോഷം പറഞ്ഞ് പേടിപ്പിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. എന്തെങ്കിലുമൊക്കെ കണ്ടും കേട്ടും ഒക്കെ പറഞ്ഞ് പേടിപ്പിക്കാനല്ല. നിങ്ങളെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടോ? എന്നാൽ അതേ സ്ഥാനത്ത് ദൈവത്തിൻ്റെ നിയോഗത്തിൽ നിന്നോട് പറയുവാണ്, നിങ്ങൾക്ക് സമാധാനം, നിങ്ങളുടെ കുടുംബത്തിനകത്ത് നന്മ വരും, നിങ്ങളുടെ മക്കളിൽ ഒരു ഉയർച്ചയുണ്ടാകും, നല്ല ഭവനങ്ങൾ നിങ്ങൾക്കുണ്ടാകും, സഞ്ചരിക്കാൻ നല്ല വാഹനങ്ങളെ ദൈവം തരും, കഴിക്കാൻ നല്ല ഭക്ഷണം ദൈവം ഒരുക്കി തരും, എല്ലാം നന്മയായി ദൈവം മാറ്റിത്തരും. നിങ്ങൾ എന്തുദ്ദേശത്തോടെയാ വന്നേ? നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒട്ടും ഭംഗം വരികയില്ല. രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്തത് പറഞ്ഞ്, എൻ്റെ പ്രതീക്ഷയ്ക്ക് ഒട്ടും
ഭംഗം വരികയില്ല. ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്ന 4 വരിയാണ്. എന്തിന്? നിൻ സ്നേഹം പ്രാപിപ്പാൻ. അർത്ഥമറിഞ്ഞ് പാടി. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ നന്മ പ്രാപിപ്പാൻ. നന്മ പ്രാപിപ്പാൻ. ഒരിക്കൽ കൂടി ചേർന്ന് പാടി. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഒരുമിച്ച്. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ നന്മ പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ചേർന്ന് പാടാമോ? എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. അതുകൊണ്ട് പറയുന്നു, ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. പാടിക്ക്. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. നാട്ടോലേവ തീർന്നിട്ടും കാഴ്ചതില്ല സൽഫലം. പാടിയേ. ഞാൻ നാട്ടോലേവ തീർന്നിട്ടും കാഴ്ചതില്ല സൽഫലം. എങ്കിലും ഈ കൊമ്പിനെ തള്ളിയില്ല. പാടി. എങ്കിലും ഈ കൊമ്പിനെ അതുകൊണ്ട് ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. പാടിക്കേ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ നന്ദിയോടെ. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഇത്ര നല്ല സ്നേഹമേ പാടി. നന്ദിയോടെ. ആ കരങ്ങളൊന്ന് വീശി പാടി. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ. ഒരിക്കൽ കൂടി പറഞ്ഞു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് വിശ്വാസത്തോടെ പരിശുദ്ധാത്മാവെ നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിരിക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ, പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂടിയ നല്ല സമയത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ട അച്ഛന്മാരെ ഞങ്ങൾ പ്രത്യേകം ഓർക്കുന്നു. പ്രിയപ്പെട്ട ലിൻസനച്ഛനും പ്രിയപ്പെട്ട തൃശ്ശൂർ അതിരൂപതയിലെ പ്രിയപ്പെട്ട വൈദികനും ഇവിടെ ഉണ്ട്. അവരുടെ സാന്നിധ്യത്തെ ഏറ്റവും സന്തോഷത്തോടെ ഞങ്ങൾ കാണുന്നു. ഇന്ന് വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ച പ്രിയപ്പെട്ട ലിൻസനച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് ഈ ആലയത്തിലെ ശുശ്രൂഷകൾക്കും
പ്രാർത്ഥനകൾക്കൊക്കെ അനുഗ്രഹീതമായ നേതൃത്വം കൊടുത്ത ഒരു പ്രിയപ്പെട്ട വൈദികനാണ്. ഈ ആലയത്തിൻ്റെ തുടക്കകാലത്തൊക്കെ ഏറെ പ്രാർത്ഥനയായും പ്രോത്സാഹനമായും ശുശ്രൂഷകളൊക്കെ ചെയ്ത പ്രിയപ്പെട്ട അച്ഛനാണ്. അച്ഛൻ വർഷങ്ങളോളം സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ പ്രിയപ്പെട്ട ശിവരച്ഛൻ്റെ കൂടെയൊക്കെ ശുശ്രൂഷയിലുണ്ടായിരുന്നു. ഒത്തിരി ധ്യാനങ്ങളൊക്കെ നടത്തുന്നു. ഈ ആലയത്തെ സ്നേഹിക്കുകയും ശുശ്രൂഷയെ ബഹുമാനിക്കുകയും നല്ല സപ്പോർട്ട് നൽകുകയും ചെയ്യുന്ന അനുഗ്രഹീത വൈദികനാണ്. പ്രത്യേകം നന്ദിയോടെ ഞങ്ങൾ ഓർക്കുകയാണ് അച്ഛൻ്റെ സാന്നിധ്യത്തിന്. ഇന്ന് വിശുദ്ധ ബലി അർപ്പിച്ച് മനോഹരമായി പ്രാർത്ഥിച്ചതിന് എല്ലാം ഞങ്ങൾ നന്ദി പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഈ വാക്യമാണ് ഇന്ന് ആദ്യം കേൾക്കുന്നത്. നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഒട്ടും ഭംഗം വരികയില്ല. ആമേൻ. എൻ്റെ പ്രതീക്ഷയ്ക്ക് ഒട്ടും ഭംഗം വരികയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഇന്ന് വചനം പറഞ്ഞ് പ്രസംഗിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച നല്ലൊരു കൺവെൻഷനൊക്കെ നടന്നു. അപ്പോൾ എനിക്ക് ആ കൺവെൻഷൻ നടന്നതിലൂടെ ഒരു കാര്യം മനസ്സിലായി. നമ്മൾ ചെയ്യുന്നതും നമ്മളെ കൊണ്ട് ദൈവം ചെയ്യുന്നതും രണ്ടും രണ്ടാണെന്ന് മനസ്സിലായി. നമ്മൾ ചെയ്യുന്നതും നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്നതുമുണ്ട്. ഇവിടെ നിന്ന് എല്ലാ ദിവസവും ഈ വചനം പറയുമ്പോൾ വളരെ കുറച്ച് ആളുകൾ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് എല്ലാ ദിവസവും വചനം പറയുന്നത്? പുതിയ വ്യാഖ്യാനം എങ്ങനെ കിട്ടുന്നു? അതെനിക്കും അറിയാൻ പാടില്ല. അത് ഞാൻ ചെയ്യുന്നതാണെങ്കിലും അതെന്നെ കൊണ്ട് ദൈവം ചെയ്യിക്കുന്നൊരു കാര്യമാണ്. ആമേൻ. അതെനിക്ക് ശരിക്കും മനസ്സിലായി. 9 മണിക്ക് ധ്യാനം തീർന്നപ്പം രാത്രി 11:15, 11:30 വരെയും ആളുകളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഒത്തിരി 3-4 പേര് വന്ന് ശുശ്രൂഷകരൊക്കെ ചോദിച്ചു, കൈക്ക് വേദനയുണ്ടോ? 2-3 മണിക്കൂറോളം പ്രാർത്ഥിച്ചു. ആദ്യം ഞാൻ നോക്കിയപ്പോൾ ഇത്രയും ആളുകളുടെ തലയിൽ എങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കാനാണെന്ന് എനിക്ക് തോന്നി. പക്ഷെ ഞാൻ ചുമ്മാതെ കൈവച്ച് പ്രാർത്ഥിക്കുകയല്ല ചെയ്തേ, 2 കൈയും വെച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞപ്പം അതിൻ്റെ ആ ദിവസവും പിറ്റേ ദിവസവും ഒരു തുവാലയെടുത്ത് ഇങ്ങോട്ട് മാറ്റി വച്ചതിൻ്റെ വേദന പോലും എനിക്കുണ്ടായിട്ടില്ല. ആമേൻ. എന്നെ കണ്ടവരും കേട്ടവരൊക്കെ ചോദിച്ചു, കൈക്ക് പ്രശ്നമുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അന്ന് എനിക്കിതോടൊരു കാര്യം മനസ്സിലായി. നമ്മൾ ചെയ്യുന്നതും നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്നതുമായ കാര്യങ്ങളുണ്ട്. ഈ അനുഗ്രഹയിലെ ഈ ശുശ്രൂഷകൾ ഇവിടെയുള്ള ആളുടെ കഴിവുകൊണ്ട് ചെയ്യുന്നതാണെന്ന് നിങ്ങൾ കരുതരുത്. ഇതിവിടെയുള്ള വലിയ പുള്ളികൾ ആരും തന്നെ ഇവിടെ ഇല്ല. വലിയ കൊമ്പന്മാരും മൂപ്പന്മാരൊന്നും ഇവിടെ ഇല്ല. എല്ലാം ശിശുക്കളാണ്, സാധാരണക്കാരാണ്. അത് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം, നമ്മൾ ചെയ്യുന്നതാണേലും നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്നതാണ്. ആമേൻ. നിങ്ങളെ കൊണ്ടും അങ്ങനെയാണ്. പ്രാർത്ഥിക്കുന്ന നിങ്ങളെ കൊണ്ട് ദൈവം ചില കാര്യങ്ങൾ മനോഹരമായി ചെയ്യിക്കും. ശരിയാണോ? ഇപ്പോൾ ഹസ്ബൻഡ് മരിച്ചുപോയ അവരുടെ ഭാര്യ പറയുവാണ്, കൊച്ചിൻ്റെ കല്യാണം വരുക, എങ്ങനെ നടത്തുമെന്നൊന്നും അറിയത്തില്ല, വിളിക്കേണ്ടത് എങ്ങനെ, ഭക്ഷണം അറേഞ്ച് ചെയ്യേണ്ടത് എങ്ങനെ, പന്തലുകാർ, കസേരക്കാർ, ഞാൻ എന്നാ ചെയ്യാനാ, ഞാനിതൊന്നും ശീലിച്ചിട്ടില്ല, എനിക്കിനി ആളുകളോടൊന്നും ഇടപെട്ടിട്ടില്ല, എനിക്കിപ്പോൾ ആകെ ക്ഷീണം വിഷമമൊക്കെ തോന്നുന്നു. കല്യാണമെല്ലാം, മകൻ്റെ കല്യാണമെല്ലാം ഭംഗിയായി നടന്നപ്പോൾ കുടുംബക്കാരൊക്കെ ഇടയ്ക്ക് ഫോൺ വിളിച്ച് ചോദിക്കുക, എങ്ങനെയാ ഇതൊക്കെ ചെയ്തേ, ഭയങ്കര സൂപ്പറായിരുന്നല്ലോ, എല്ലാം നല്ല ഭംഗിയായിരുന്നു കേട്ടോ, നിങ്ങൾ എങ്ങനെ ഇത് ചെയ്തു, ഞങ്ങളൊക്കെ ഇങ്ങനെ അതിശയിച്ചു പോയി കേട്ടോ. കൊച്ചിൻ്റെ കല്യാണം, പള്ളിയിലെ കാര്യം, വീട്ടിലെ കാര്യം, തലേ ദിവസത്തെ കാര്യമൊക്കെ എന്തടുക്കും ചിട്ടയോടെയാണ് നടന്നേ. എങ്ങനെ നടത്തുമെന്നോർത്ത്, അതാണ് ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ചാൽ നമ്മൾ ചെയ്യുന്നേക്കാൾ നന്നായിട്ട് ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിച്ച് അത് പലർക്കും അത്ഭുതമാവും. മറ്റൊരാൾക്ക് അത്ഭുതം തോന്നത്തക്ക വിധം
ദൈവം അത് ചെയ്യിപ്പിക്കും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം നല്ലൊരു ദിവസമാണ് ഇന്ന്. കേൾക്കുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിന്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു ഉത്തരമായി തീരട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമുക്ക് നല്ലൊരു ഫുഡ് കഴിക്കുമ്പം ഒരു സന്തോഷമുണ്ട്. നമ്മൾ ഹോട്ടലിൽ പോയി നല്ലൊരു ബിരിയാണി കഴിച്ചു നോക്കിയാൽ നമുക്കൊരു സന്തോഷമാണ്. നല്ലൊരു വാഹനത്തിൽ യാത്ര ചെയ്തേ ഒരു സന്തോഷമാണ്. ഒരു ടൂറ് പൊക്കിക്ക്, ഒരു ടൂറ് കൂട്ടുകാരോടൊപ്പം നല്ല സന്തോഷമാണ്. നല്ലൊരു വീട് പണിത് അതിനകത്ത് താമസിക്കുന്ന സന്തോഷമാണ്, സമാധാനമാണ്. പക്ഷെ അതെല്ലാം താൽക്കാലികമാണ്. അതുപോലെയുള്ളൊരു സമാധാനവും സന്തോഷവും അല്ല ദൈവം തരുന്നത്. അതാ യേശു പറഞ്ഞത്, ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സമാധാനം. നമുക്കിപ്പോൾ കിട്ടുന്നത് നല്ലൊരു ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമല്ല, നല്ലൊരു കസേരയിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമല്ല, നല്ലൊരു കാറിൽ AC ഒക്കെ ഇട്ട് അങ്ങ് വർത്തമാനം പറഞ്ഞ് പോകുമ്പോൾ കിട്ടുന്ന സന്തോഷമല്ല, നല്ലൊരു കട്ടിലെ കിടന്ന് ഉറങ്ങുമ്പോൾ കിട്ടുന്ന സന്തോഷമല്ല. ഇത് ദൈവം നിങ്ങൾക്ക് നൽകുന്ന സമാധാനമാണ്. അത് നിലനിൽക്കുന്നതാണ്. ഹല്ലേലൂയ. നിങ്ങൾ ആരോടും ദോഷം പറയല്ലേ കേട്ടോ, ഒരിക്കലും ആരോടും ദോഷം പറയല്ലേ. യേശു പറയാൻ പറഞ്ഞതാ നമ്മൾ പറയേണ്ടത്. എന്താ പറയേണ്ടത്? യേശു നമ്മളോട് പറയാൻ പറഞ്ഞതേ നമ്മൾ പറയാവൂ. നമ്മൾ ഒരാളോടും പറയരുത് നിനക്ക് ദോഷമുണ്ട്, നീ രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്, ഇങ്ങനെ പോയാൽ നിൻ്റെ ജീവിതം എന്തായിത്തീരും, ഇതൊന്നും പറയല്ല. എല്ലാവരോടും ദൈവനാമത്തിൽ പറയണം, നീ അനുഗ്രഹിക്കപ്പെട്ടു വരും, നിൻ്റെ വീട് അനുഗ്രഹമാകും, നിൻ്റെ പിള്ളേർ നല്ല നിലയിലെത്തും. അത് വിശ്വാസത്തോടെ പറയുന്നെങ്കിൽ അതൊരു മുദ്ര പോലെ അവിടെ വന്നോടും. ആമേൻ. യേശു എന്നതാ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഏത് വീട്ടിൽ ചെന്നാലും, ഏത് ഭവനത്തിൽ ചെന്നാലും ആ ഭവനത്തിൽ നിന്നുകൊണ്ട് പറയരുത് കൂടോത്രം അപ്പുറത്ത് കുഴിച്ചിട്ടിട്ടുണ്ട്, മാന്തി എടുക്കാൻ ഞാൻ ഇപ്പം വണ്ടിയും വിളിച്ചുകൊണ്ട് വരാം. അതല്ല പറയാൻ പറഞ്ഞത്. കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് പറയരുത് ഒരു പോക്കുവരവ് ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട്, ഇതിങ്ങനെ പെരയുടെ ചുറ്റും ഇങ്ങനെ നടക്കുന്നുണ്ട്, നിങ്ങൾ രാത്രി 2 മണിക്ക് കിലികിലാന്നൊരൊച്ച കേൾക്കുന്നുണ്ടോ? ഇതൊന്നും അല്ല യേശു എന്നാ പറയാൻ പറഞ്ഞത്? നിങ്ങൾ ഏത് വീട്ടിൽ ചെന്നാലും, പാവപ്പെട്ടവൻ്റെ വീട്ടിൽ ചെന്നാലും, ഇടത്തരക്കാരൻ്റെ വീട്ടിൽ ചെന്നാലും, സമ്പന്നൻ്റെ വീട്ടിൽ ചെന്നാലും നിങ്ങൾ പറയണം, ഈ വീടിന് ശാലോം, സമാധാനം. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന സമാധാനം അവിടെ നിലനിൽക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ചിലരെ പ്രാർത്ഥിക്കാൻ വിളിച്ചിട്ട് നമുക്ക് അതിനേക്കാൾ വലിയ പ്രശ്നമാവും. ഞാൻ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞിരുന്നു, ഒരു മനുഷ്യന് രോഗിയെ കാണാൻ പോയി, പുള്ളിക്ക് വേണ്ടി കുറേ നേരം പ്രാർത്ഥിച്ചിട്ട് ഇച്ചിരി മാറി നിന്നിട്ട് പുള്ളി വേറൊരാളോട്, ആ വീട്ടിലൊരാളോട് പറയുക, ഈ രോഗം ബാധിച്ചവരൊക്കെ മരിച്ചതായിട്ട് എൻ്റെ അറിവെന്ന്. പിന്നെ എന്നെ കാണിക്കാനാണ് പുള്ളി പോയത്. നീണ്ട പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് പുള്ളി അപ്പുറത്തിരുന്ന് ഈ വ്യക്തിയും കൂടെ കേൾക്കത്തൊക്കെ പറയുക, ഈ രോഗം ബാധിച്ചവരൊക്കെ മരിച്ചിട്ടുണ്ട് ചേച്ചി, ഇപ്പോൾ പ്രാർത്ഥിച്ച് അങ്ങനെ വർത്തമാനം പറയുക. എന്തിനാണ് പുള്ളി പോയത്? നിങ്ങളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ വ്യക്തി രോഗത്തിൽ നിന്ന് സൗഖ്യമാകുകയില്ലെന്ന് തോന്നിയാലും നിങ്ങൾ അവിടെ നിന്ന് പറയണം, ഈ രോഗം സൗഖ്യമാകും. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. ഒരു മനുഷ്യനെ താന്നു പോകാതെ പിടിച്ചു നിർത്താനാ വാക്കും കൈയും ദൈവം തന്നിരിക്കുന്നത്. അല്ലാണ്ട് താന്നു പോകുന്നവനെ ഒരു ചവിട്ടുകൂടെ കൊടുത്ത് കുറച്ചുകൂടെ താഴ്ത്തിയിട്ട് വെല്ലുവായിൽ പ്രാർത്ഥിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. വീണു പോകാൻ സാധ്യതയുള്ളവരെ താങ്ങി നിർത്താനാ കൈകളും പറയാൻ വാക്കുകളും ദൈവം തന്നിട്ടുള്ളത്. ഹല്ലേലൂയ. 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 ഞാൻ ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എനിക്കൊരു സങ്കടമുണ്ടായി, ഒരു സങ്കടമുണ്ടായി. ഞാൻ എല്ലാം പെർഫെക്റ്റ് ആണെന്ന് പറയുമല്ല, ഈ പ്രസംഗം എനിക്ക് കൂടിയാണ്. ഞാൻ എല്ലാം തികഞ്ഞ ഒരാളല്ല, എനിക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രസംഗിക്കുന്നത്, എനിക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പറയുന്നതൊക്കെ. ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരാൾ, ദൈവസന്നിധിയിൽ ഒത്തിരി ഇരിക്കുന്ന ഒരാൾ വേറൊരാളെ വിളിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, ഈ വ്യക്തി എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്ന്. ജപമാല കൈ പിടിച്ചിട്ടുണ്ട്, വേദപുസ്തകം കൈ പിടിച്ചിട്ടുണ്ട്, എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരാൾ അതിലേ പോകുന്ന ആ വ്യക്തിയേക്കാൾ അല്പം പ്രായം കുറഞ്ഞ ഒരാളെ വിളിക്കുവാണേ, എടോ താനവിടെ നിൽക്കടോ,
താൻ എങ്ങോട്ടാണോ പോകുന്നേ? രഹസ്യത്തിലല്ല, കുറേ പേരവിടെ നിൽപ്പുണ്ട്, ഇത് പലരും കേട്ടു. അപ്പം എല്ലാവരും ആ വ്യക്തിയെ നോക്കി. താൻ എവിടെ പോവാ? താൻ എന്താടോ ഉരുണ്ടൂരിൻ്റെ എവിടെ പോവാടോ? ചോദിക്കരുത്. പൗലോസ്ലീഹ പറഞ്ഞൊരു വാക്കുണ്ട്, മറ്റുള്ളവരെ നിങ്ങൾ ശ്രേഷ്ഠരായി കാണണം. ആമേൻ. എങ്ങനെ കാണണം? എടോ താൻ്റെ പേരെന്താടോ? ഇയാൾ എവിടുന്ന് വരുന്നതാടോ? ചോദിക്കരുത്. എന്തുവാ പേര്? സഹോദരൻ എവിടെ പോവാ? ചേട്ടൻ ഇവിടെ ഇരിക്കുക, അമ്മച്ചി ഇപ്പം കാണാൻ കേട്ടോ. ഞങ്ങളിവിടെയുള്ള ഓരോ ശുശ്രൂഷകരോടും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പല ഭവനങ്ങളിൽ നിന്നും, പല നാട്ടിൽ നിന്നും, പല ദേശങ്ങളിൽ നിന്നും മനുഷ്യൻ സങ്കടവുമായി റോട്ടിൽ വണ്ടി നിർത്തി ഈ മുറ്റിൽ കിടക്കുന്ന ഈ വഴി കൂടെ കയറി വരുമ്പം ഒരാളോട് മോശമായി പെരുമാറിയേക്കരുതെന്ന്. ആരെയും പിടിച്ച് ഉന്തിയേക്കല്ല്, താൻ അങ്ങോട്ട് മാറി നിൽക്കുക, താൻ അങ്ങോട്ട് ആ വാക്കുകൾ ഉപയോഗിക്കരുത്. അത് നമ്മളുടെ നന്മയെ ഇല്ലാതാക്കും. ആരെയും വിളിക്കരുത്. നമ്മൾ ഒറ്റയ്ക്ക് പറയും, ഒരാൾ കേൾക്കെ, താൻ എവിടെ പോവാടോ? താൻ എവിടെ? അവിടെ നിൽക്കടോ താൻ തെറിച്ച് എവിടെ പോവാ? ഇത് ആ വ്യക്തി ഇങ്ങനെ വിളിക്കുന്നത് കേട്ട് ആ വ്യക്തിയുടെ മുഖം വല്ലാണ്ട് വാടിപ്പോയി. എല്ലാവരെയും ശ്രേഷ്ഠരായി കരുതണം. ഹല്ലേലൂയ. അങ്ങനെ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചേ, കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന നല്ല സമാധാനം അനുഭവിക്കാൻ കഴിയട്ടെ. ഞാൻ ഇന്ന് വചനത്തിലേക്ക് വരുമ്പോൾ സങ്കീർത്തന പുസ്തകം ഒന്ന് വായിക്കുവാണ്. സങ്കീർത്തനം 133 അധ്യായം 1, 2, 3 വാക്യങ്ങൾ വായിക്കട്ടെ. നല്ല വചനമാണ്. സഹോദരന്മാരുടെ ഐക്യം, യൂണിറ്റി. ഇംഗ്ലീഷിലുണ്ട് യൂണിറ്റി ഈസ് പവർ. ഐക്യമാണ് ശക്തി. 2 3 പേർ എൻ്റെ നാമത്തിൽ. അടുത്ത വാക്കെന്തുവാ? ഒരുമിച്ച് നമ്മൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന സമയമായത്. ഹല്ലേലൂയ. ആ വാക്യം ഒന്ന് വായിക്കുവാണ്. 133 സങ്കീർത്തനം 1 ദാവീദിൻ്റെ ആരോഹണ ഗീതമാണ്. 1-ാമത്തെ വാക്യം, സഹോദരന്മാർ നമ്മളെല്ലാവരും സഹോദരന്മാരായാലും സഹോദരിമാരായാലും നമ്മൾ ഒരുമിച്ച് ഏക മനസ്സായി. എത്ര മനസ്സ് വേണം അപ്പം? ഒരു മനസ്സോടെ ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. 2 വാക്കാണ്, 2 നല്ല വാക്ക്. എത്ര വിശിഷ്ടവും എത്ര സന്തോഷപ്രദവുമാണ്. അങ്ങനെയെങ്കിൽ അനുഗ്രഹ എന്ന ഈ പുണ്യഭൂമിയിൽ ഒരുമിച്ചൊരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നത് എത്ര വിശിഷ്ടവും എത്ര സന്തോഷപ്രദവുമാണ്. ഒരുപാട് പേർ ഇവിടെ ദൂരെ നിന്ന് വന്നവരുണ്ട്. അമേരിക്കയിൽ നിന്ന് ഈ ഒരു പ്രാർത്ഥനയിൽ കൂടാൻ വന്ന 2 പേരെ ഞാനിന്ന് കണ്ടു. ഷാർജയിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ അതിനുവേണ്ടി മാത്രം വന്ന ഒരാളെ ഞാൻ കണ്ടു. ഞാൻ ഈ കടൽ കടന്ന് വന്ന കുറച്ച് പേരുടെ പേര് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷവുമാണ്. ഹല്ലേലൂയ. ഞാൻ നിൽക്കുന്നത് നല്ലൊരു അന്തരീക്ഷത്തിലാണ്. ഇത് യേശുവിൻ്റെ ഒരു പടമാണ്. പക്ഷേ കണ്ണുകളിൽ നോക്കൂ, എവിടെ ഇരുന്നാലും എന്നെ നോക്കുന്ന പോലെ തോന്നും. ഏറ്റവും പുറകെ ഇരുന്നാലും സൈഡിൽ ഇരുന്നാലും നടുക്കിരുന്നാലും എല്ലാം എന്നെ തന്നെയാണ്, ഇല്ലയോ? നിങ്ങളെ തന്നെ നോക്കുന്ന പോലെ തോന്നും. എല്ലാവർക്കും തോന്നും അത്. കാര്യം ഇത് ഒരു സാധാരണ പടമാണേലും ഈ പിക്ചറിന് പോലും ഒരു പ്രത്യേകതയുണ്ട്. എന്നെ തന്നെ നോക്കും. ഒറ്റയ്ക്ക് ഇതിനകത്ത് ചില സമയത്ത് ഞാൻ വന്നിരിക്കാറുണ്ട്. ഒറ്റയ്ക്ക് ഇത് അവിടെ ആരുമില്ല. രാത്രിയിൽ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് ഈ ലൈറ്റ് മാത്രം ഇടും. അപ്പം നമുക്ക് തോന്നും നമ്മുടെ എല്ലാ സങ്കടങ്ങളും ഒരാൾ വലിച്ചെടുക്കുന്നത് അതങ്ങ് ഫ്രീ ആവും. നമ്മൾ ഈ കുറച്ച് നേരം ഇതിനകത്ത് വന്ന് ഇരുന്നേച്ചിറങ്ങി പോകുമ്പോഴേ നമ്മളൊരു വലിയ ഭാരം ഇറങ്ങി പോകുന്ന പോലെ നമുക്ക് തോന്നാൻ പറ്റും. എന്നെ നോക്കുന്ന പോലെ തോന്നും. എൻ്റെ അകത്തേക്ക് എന്നെ തന്നെ വളരെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്ന പോലെ നിങ്ങൾക്കും പലർക്കും തോന്നിയിട്ടുണ്ടാകും. ഒരു ചെറിയ അൾത്താരയാണെങ്കിലും ചെറിയൊരു ദൈവവചനം പറയുന്നൊരു കുഞ്ഞു സ്ഥലമാണെങ്കിലും ഒത്തിരി ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നൊരു സ്ഥലമാണ് ഇത്. വിശിഷ്ടവും പറഞ്ഞ്
ഒത്തിരി സന്തോഷപ്രദവുമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇങ്ങനെ പ്രാർത്ഥിച്ചാലുള്ള പ്രത്യേകത, അനുഗ്രഹം വരുന്ന വഴി എഴുതിയിരിക്കുവാണ്. അഹറോന്റെ തലയിൽ നിന്ന്, ശ്രദ്ധിച്ചു കേട്ടോണം, ഒരാളുടെ ശിരസ് മുതൽ പറയുക, അഹറോന്റെ തലയിൽ നിന്ന് താടി തലേന്ന് തലമുടി കൂടെ ഇറങ്ങി താടിരോമത്തിലൂടെ വന്ന് ഉടുപ്പിന്റെ അങ്കയുടെ കഴുത്തുപെട്ട കോളറിന്റെ അതിലേക്കൂടെ വന്ന് ഒഴുകുന്ന അമൂല്യമായ അഭിഷേകം തൈലം പോലെ ആയിരിക്കും. പറയുവാണ്, ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അഹറോന്റെ ശിരസിൽ നിന്ന്, മുടിയിൽ നിന്ന്, തലമുടി താടിരോമത്തിലൂടെ വന്ന് ഉടുപ്പിൻ്റെ കോളറെ വന്ന് അത് ദേഹത്തോടെ ഒഴുകി വരുന്ന അഭിഷേക തൈലം പോലെ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നാണ് അർത്ഥം. പ്രാർത്ഥിക്കുന്ന ഇങ്ങനെ ഒരുമിച്ച് ശ്രേഷ്ഠതയോടെ ഒത്തിരി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേക തൈലം എൻ്റെ മേലേക്ക് വരും. മൂന്നാമത്തെ വാക്യം വായിക്കണേ. ഇതിൻ്റെ അടുത്ത റിസൾട്ട് എഴുതിയിട്ടുണ്ട്. സിയോൻ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹെർമോൻ തുഷാരം പോലെയാണ് അത്. ഹെർമോൻ തുഷാരം പോലെയാണ്. അടുത്തൊരു മലയാള വാക്കുണ്ട്, ശ്രദ്ധിച്ചോ. അവിടെയാണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രധാന. എവിടെ? നമ്മളിങ്ങനെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന അവിടെയാണ് ദൈവം തൻ്റെ അനുഗ്രഹവും ജീവനും പ്രദാനം ചെയ്യുന്നത്. കാര്യവും കാരണവും വ്യക്തമായി എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ബൈബിളിൽ വീട്ടിൽ പോയി നോക്കണം. ഈ പ്രസംഗം കേൾക്കുമ്പോൾ അവിടെയാണ് എന്ന മലയാള വാക്കുണ്ടെങ്കിൽ ഒരു റൗണ്ട് ഇട്ട് വെച്ചേരെ. അവിടെയാണ്. എവിടെയാണ്? എവിടെയേലും അല്ല, അവിടെയാണ്. എവിടെ? ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നിടത്ത്, ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ ജീവനും ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവം പ്രദാനം ചെയ്യും. ആമേൻ. വിശ്വസിക്കുന്നവർ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പ്രാർത്ഥിച്ച എത്രയോ പേരുടെ ജീവിതമായി പ്രസംഗിക്കുന്നത് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ ജീവനും വരുന്നത്. വിശ്വസിക്കുന്നോ? ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? കുറേയൊക്കെ പിടികിട്ടുന്നുണ്ടോ? ഇത് മനസ്സിലാകുന്നോ? എങ്ങനെയേലും പ്രാർത്ഥിക്കുമ്പോഴല്ല. നമ്മൾ പറയില്ലേ, നിങ്ങളുടെ അടുത്ത് പ്രാർത്ഥനാലയമില്ലേ, നിങ്ങളുടെ അടുത്ത് അവിടെ പള്ളിയില്ലേ, വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ. ചില സ്ഥലങ്ങളിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് അത് ദൈവീകമായൊരു നിയോഗമാണ്. എൻ്റെ നാട്ടിൽ പള്ളിയും പ്രാർത്ഥനയും ധ്യാനകേന്ദ്രവും ഇല്ലാഞ്ഞിട്ടല്ല ഞാനിവിടെ വന്നത്. എൻ്റെ മനസ്സിൽ ദൈവത്തിൻ്റെ ഒരു ക്ഷണം വന്നോണ്ടാണ് ഞാൻ ഈ മണ്ണിൽ വന്നത്. ഇതെന്തോ ദൈവീക നന്മയ്ക്കാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹവും ജീവനും ദൈവം കൊടുക്കുന്നത്, പ്രദാനം ചെയ്യുന്നത്. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ നിങ്ങളോട് സൂചിപ്പിച്ചില്ലേ, ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുവാണ്. അച്ഛൻ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ആർക്ക് വേണ്ടി? ഞാൻ ഓർമ്മയിലുള്ള എല്ലാ കാര്യത്തിനു വേണ്ടി എപ്പോഴെങ്കിലും ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്, ശുശ്രൂഷകളിൽ പറയാറുണ്ട്. അല്ലച്ചാ, കുറേ മനുഷ്യർ ജീവിതത്തിൽ ഒരു സന്തോഷവും അനുഭവിക്കാതെ മരിച്ചു പോയിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞത്? നമ്മുടെ കയ്യിലൊക്കെ എന്തുണ്ട്? ഒരു ടച്ച് ഫോണുണ്ട്, ഒരു ഫോണുണ്ട്. ഈ ഫോൺ ഉപയോഗിക്കാൻ കൊതിയായ ആൾക്കാരുണ്ട്. ഇങ്ങനൊരു ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ. എനിക്കറിയാവുന്ന ഒരാൾ തൻ്റെ മകനോട് ചോദിച്ചു, മോനെ, നീ എനിക്ക് ഇതേ കൂട്ടൊരു ഫോൺ മേടിച്ചു കൊണ്ടുപോടാ. അപ്പോൾ മകൻ അപ്പനോട് പറഞ്ഞു, അപ്പൻ എന്തിനാ ഇപ്പോൾ ഫോണ്? എടാ, ഒരു സിനിമയൊക്കെ കാണാം, കോമഡിയൊക്കെ കാണാമല്ലോ, നീ ഒരെണ്ണം എനിക്ക് മേടിച്ചു കൊണ്ടുപോവാ. അപ്പോൾ ആ വ്യക്തി മേടിച്ച് കൊടുത്തില്ല. ആ വ്യക്തി മരിച്ചുപോയി. പക്ഷെ ഇന്നും ആ ചെറുപ്പക്കാരൻ്റെ ദുഃഖമാണ്, എൻ്റെ അപ്പച്ചനൊരു ഫോണ് മേടിച്ച് കൊടുക്കാൻ കഴിഞ്ഞു. പുള്ളിക്ക് വലിയൊരു ആഗ്രഹമായി ഈ ഫോണ് നോക്കി ഒരു സിനിമ കാണണം, ഒരു കോമഡിയൊക്കെ കാണാം, അല്ല ഒരാഗ്രഹമാണ്, വാർത്ത കേൾക്കണം. പക്ഷെ സാധിച്ചില്ല. കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. ഒത്തിരി പേർ ആഗ്രഹിച്ച ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. ചില വ്യക്തികളുടെ ജീവിത പങ്കാളി മദ്യപാനിയാ. അടിയും ഇടിയും തൊഴിയും തെറിയും കേട്ട് മെലിഞ്ഞു ഉണങ്ങി മരിച്ചുപോയ
ചില അമ്മമാരുണ്ട്, അവർ ജീവിത കല്യാണം കഴിഞ്ഞപ്പോൾ തുടങ്ങി ഈ തെറിയും ഈ സംശയവും ഈ അടിയും ഈ വഴക്കും കേട്ട് അവരൊരിക്കലും ജീവിതത്തിലൊട്ടും സന്തോഷിച്ചിട്ടില്ല. നല്ലൊരു ഫുഡ് കഴിച്ചിട്ടില്ല, നല്ലൊരു സാരി ധരിച്ചിട്ടില്ല, നല്ലൊരു കമ്മൽ മേടിച്ചിട്ടിട്ടില്ല, നല്ലൊരു വള മേടിച്ചിട്ടിട്ടില്ല. വേറെ പലരുടെയും കഴുത്തിലും കാതിലും കയ്യിലും മോതിരമൊക്കെ ആയിട്ട് കണ്ടതൊക്കെ കൊതിച്ചിട്ടുണ്ട്, ഇതേപോലെ തുറണം ഇടാൻ പറ്റിയായിരുന്നെങ്കിൽ. പക്ഷേ അങ്ങനെ ഒരാൾ മരിച്ചുപോയി കേട്ടോ ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ്. അപ്പോൾ അതറിഞ്ഞിട്ട് വിവരം വിളിച്ച് പറഞ്ഞത് ഇങ്ങനെയാ, അച്ചോ ആ വ്യക്തി ഒരിക്കലും ജീവിതത്തിൽ സന്തോഷിച്ചിട്ടില്ല. കഷ്ടം, പാവം ഒരു ജീവിതം, ഒട്ടും സന്തോഷിച്ചിട്ടില്ല. മോനെ ബാക്കി പിന്നെ എടുക്കാം. ഒട്ടും സന്തോഷിച്ചിട്ടില്ല. നിങ്ങളുടെ പരിചയത്തിലും ചിലർ കാണും, നല്ല ഒരു കട്ടിലേ കിടക്കാത്ത ആൾക്കാരുണ്ട്, നല്ല കട്ടിലേ കിടന്നിട്ടില്ല, നല്ല ഒരു ഫുഡ് കഴിച്ചിട്ടില്ല. നമുക്കങ്ങനെ ചിലരെയൊക്കെ ഓർമ്മ വരും. അവർ നല്ല കാറയിലൊന്നും യാത്ര പോലും ചെയ്തിട്ടില്ല. അവർ ഈ ബസ്സിൽ കൂടെയൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട്, എൻ്റെ മാൻ്റെ കാറയിലൊന്ന് പോയാൽ പള്ളിയിലൊക്കെ പോകാൻ പറ്റിയായിരുന്നെങ്കിൽ. നടന്നിട്ടില്ല. നമുക്ക് അത്യാവശ്യം കൊള്ളാവുന്ന കാറായി, വീടായി. നമ്മുടെ മുമ്പിൽ ജീവിച്ചിരുന്ന പലർക്കും നമ്മളിന്ന് അനുഭവിച്ച പല ഭാഗ്യവും ഒട്ടും അനുഭവിക്കാതെ മരിച്ചുപോയവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണ്ടേ. നമുക്ക് അവർക്ക് നല്ലൊരു വസ്ത്രം മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ല, പലതും നമ്മളെക്കൊണ്ട് പറ്റിയില്ല, അന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ല. ഇന്നും വിഷമിക്കുന്നവരുണ്ട്. എൻ്റെ അമ്മ, എൻ്റെ അപ്പച്ചൻ, അവർക്കൊരു സൗഭാഗ്യമൊന്നും ഉണ്ടായിട്ടില്ല, അല്ലലും അലച്ചിലും മാത്രം ഉണ്ടായിട്ടുള്ളൂ. ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച 4-1 സന്തോഷം അനുഭവിക്കാതെ മരിച്ചുപോയവരെ നമ്മൾ ഓർക്കണം. അവർക്ക് വേണ്ടി എന്നോടൊരാൾ പറഞ്ഞ് ഇവർക്ക് വേണ്ടി അച്ഛൻ എപ്പോഴേലും പ്രാർത്ഥിക്കണം. അപ്പോഴാണ് ഞാനും ചിന്തിച്ചത്, ഇതിനകത്തും ഇരിപ്പുണ്ട് കേട്ടോ, ഈ ചെറിയ സമൂഹത്തിനകത്തും ഇരിപ്പുണ്ട്. ആയകാലം മുഴുവൻ സങ്കടത്തോടെ ഇരുന്നവർ, ഒട്ടും സൗഭാഗ്യം അനുഭവിക്കാൻ പറ്റാതെ പോയവർ ഇല്ലേ? ആയകാലം മുഴുവൻ പശുവിന് പുല്ലും ചെത്തി, പശുവിനെയും കറന്ന്, ചാണകവും വാരി ശരിക്കും ജീവിച്ചിട്ടില്ല. അവർ ഒരിക്കലും ജീവിച്ചിട്ടില്ല. ഇപ്പോൾ അവരുടെ സൗന്ദര്യമൊക്കെ പോയി തുടങ്ങി, മുഖത്ത് മുഴുവൻ പാടായി, തലമുടിയുടെ ഭംഗി കുറഞ്ഞു. ഒരു സഹോദരിയുടെ കഴുത്തിൻ്റെ ഈ ഭാഗം മുഴുവൻ പൊട്ടിയിരിക്കുക, കഴുത്തിൽ ഈ മാലയൊക്കെ ഇടുന്ന ഭാഗത്ത് പൊട്ടിയിരിക്കുക. വലുതല്ല, എന്നാലും എന്തു പറ്റിയതാ? അതെ, എനിക്ക് ഈ ഗ്യാരണ്ടി മാല ഇട്ടിട്ട് അലർജിയാണ്. അപ്പോൾ സ്വർണ്ണമില്ലേ, ഉള്ളതെല്ലാം വിറ്റ് കെട്ടിയോൻ കള്ള് കുടിച്ചു, ഒന്നുമില്ല. ഇട്ടുകൊണ്ട് നടക്കുന്ന ഗ്യാരണ്ടിയാണ്, കളറ് പോകുന്ന മാലയാണ്. അതുകൊണ്ട് ഈ കഴുത്തിൻ്റെ ഭാഗമൊക്കെ ഒരു അലർജി പോലെ വന്ന് പൊട്ടിയിരിക്കുക. ആഗ്രഹമുണ്ട് ആൾക്ക് ഒരു നല്ല മാലയൊക്കെ ഇടണമെന്ന്. ഇതിനകത്തുണ്ട്. എന്നോട് ഇന്നൊരാൾ അത് പറഞ്ഞു, ഇതിനകത്തിരിപ്പുണ്ട്. നമ്മൾ അവരെ ഒന്നും ശ്രദ്ധിക്കത്തില്ല ചിലപ്പോൾ. അവരൊക്കെ വിശുദ്ധരായ കുറേ മനുഷ്യരാണ്, നമുക്ക് മുമ്പേ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നവർ. ഒരു നിമിഷം നിങ്ങൾ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, അങ്ങനെ നമുക്കൊരു മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെയാണ് അങ്ങനെയൊക്കെ അവരെ കൂടെ ചേർത്ത് പ്രാർത്ഥിക്കാനേലും കഴിയും. അവിടെയാണ് ദൈവം തൻ്റെ ജീവനും തൻ്റെ അനുഗ്രഹവും അവർക്ക് വേണ്ടി നമുക്ക് വേണ്ടി പ്രദാനം ചെയ്യുന്നത്. ഒന്നും യാദൃശ്ചികമല്ല, എന്തോ ദൈവിക പദ്ധതിയുണ്ട്. ഇരുന്നു കൊണ്ട് തന്നെ സാധ്യമെങ്കിൽ ഒരു കൈയോ 2 കൈകളോ ഒന്ന് ഉയർത്തിപ്പിടിക്കാം. പറ്റും പോലെ മതി. ഒരു നിമിഷം പ്രാർത്ഥിച്ച്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ അനുഗ്രഹം അഹറോൻ്റെ ശിരസിൽ നിന്ന്, തലമുടിയിൽ നിന്ന് താടിരോമത്തിലൂടെ ഒഴുകി, അത് അദ്ദേഹത്തിൻ്റെ ആ മേൽവസ്ത്രത്തിലൂടെ ഒഴുകി വരുന്ന ഹെർമോൺ തൈലം പോലെയാണെന്ന് ബൈബിൾ പറഞ്ഞത്. അഭിഷേകത്തിൻ്റെ അമൂല്യമായ അഭിഷേകം അങ്ങനെയാ ഒഴുകുന്നതെന്ന് പറഞ്ഞതുപോലെ കർത്താവേ, സ്വർഗത്തിൽ നിന്ന് ഈ ശുശ്രൂഷയിലൂടെ അനുഗ്രഹങ്ങൾ ഈ ജനത്തിലേക്ക് ഒഴുക്കണമേ. കൃപാവരം ഒഴുകണമേ, സമാധാനത്തെ പകരണമേ, സൗഖ്യത്തെ പകരണമേ, അത്ഭുത വിടുതലുകൾ ഇന്ന് സംഭവിക്കണമേ. പ്രതീക്ഷിച്ചതിനപ്പുറമായ വിടുതലുകളെ ഇവിടെ കൊണ്ടുവരണമേ. എല്ലാവരും ഒന്ന് സ്തുതി
ചോദിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ സഹായിക്കണമേ, പരിശുദ്ധാത്മാവേ സഹായിക്കണമേ. എല്ലാവരും അല്പം കൂടി ശബ്ദത്തെ ഉയർത്തി, ശബ്ദത്തെ ഉയർത്തി. പരിശുദ്ധാത്മാവ് നിറയാൻ, അഭിഷേകം പകരുന്നത് പോലെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ഒഴുകുവാൻ, ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പകരപ്പെടുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി. ഉയർമലയോ സമനിലയോ ഈരണ്ടിലും നീരേ എൻ ദേവൻ. ഒന്ന് പറയാമോ? ഉയർമലയോ സമവെളിയോ ഈരണ്ടിലും നീരേ എൻ ദേവൻ. മലയാളത്തിൽ പാടാം. മലർനിരയോ താഴ്വരയോ എവിടെയും അങ്ങാണെൻ ദൈവം. ചേർന്ന് പാടിയേ. മലർനിരയോ താഴ്വരയോ എവിടെയും അങ്ങാണെൻ ദൈവം. ആ തമിഴിൽ എങ്ങനെ പറയും? ഉയർമലയോ സമവെളിയോ ഇരടിലും നീരേ എൻ ദേവൻ. ഇരടിലും നീരേ എൻ ദേവൻ. എന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതിനോട് ചേർന്ന് ഒരു അനുഗ്രഹീത വചനം പ്രസംഗിക്കുവാൻ പറയുവാൻ പോവുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യമാണ് ശ്രദ്ധിക്കുന്നത്. പിശാചു ബാധിതനെ സുഖപ്പെടുത്തുന്ന ഭാഗമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ പറ്റ തകർന്നു പോയ ഒരാളാകട്ടോ, പറ്റ തകർന്നു പോയി. ഇത്രയും തകർന്ന ആരും ഇതിനകത്തിരിപ്പില്ല, ഉറപ്പായിട്ടും. ഇത്രയും തകർന്ന ആരെയും ഞാൻ കണ്ടിട്ടുമില്ല അധികം. ഇത് പറ്റ തകർന്ന അങ്ങ് അടിയിലായി. വായിച്ചു കേൾക്കാം. 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവർ കടലിന്റെ മറുകരയിൽ ഗരസേനരുടെ നാട്ടിലെത്തി. അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ. ആരാണ്? അശുദ്ധാത്മാവ് ബാധിച്ച ഒരുത്തൻ. എവിടെന്നാ വന്നേന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. വന്ന സ്ഥലമാണ് പ്രശ്നം. ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. എവിടെ നിന്ന് വന്നു? സിമിത്തേരിന്നാണ് വരുന്ന പുള്ളി. നമ്മളാരും, നമ്മുടെ എത്ര പ്രിയപ്പെട്ടവർ മരിച്ചാലും നമ്മളാരും അന്തി ഉറങ്ങുന്നത് സിമിത്തേരിയിലല്ല. ഒരിക്കലും നമ്മളവിടെ പോയി കിടക്കത്തില്ല. അതൊരു പ്രതീക്ഷ, മനുഷ്യൻ്റെ ഈ ഭൂമിയിലെ പ്രതീക്ഷ അവസാനിച്ച സ്ഥലമാണ് ശവകുടീരം. ജീവിച്ചിരിക്കുന്ന ഒരാളിപ്പോൾ എവിടെ പോയാണ് കിടക്കുന്നത്? സിമിത്തേരി പോയി കിടക്കുവാണ്. ഇപ്പോൾ എവിടുന്നാ നേരെ വരുന്നത്? ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. ഒരു ചെറുപ്പക്കാരനാണ്. ഭാര്യയുണ്ടോ, മക്കളുണ്ടോ, സഹോദരിയുണ്ടോ, ആരെയും കാണുന്നില്ലല്ലോ. തികച്ചും ഒറ്റപ്പെട്ടു പോയ ഒരാൾ. കാണും അപ്പനും അമ്മയും ഒക്കെ, പക്ഷെ ഇപ്പോൾ ആരെയും കാണാനില്ല. നിങ്ങളും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയോ? ഒരു ദൈവം നിന്നെ കാണാൻ വരും. ആമേൻ, ആമേൻ. ഞാൻ ഇന്നതാ ഡെയിലി ബ്ലെസ്സിങ് പറഞ്ഞേ. നിന്നെ കാണാൻ ഒരു ദൈവം വരുന്ന ദിവസമാണ്. ഹല്ലേലൂയ. നിന്നെ കാണാൻ, ഈ തകർന്ന എന്നെയോ, അതേന്നേ, നിന്നെ കാണാൻ, നിന്നെ കുടുംബത്തെ അവസ്ഥയെ കാണാൻ ദൈവം വരും. ആമേൻ. ഇറങ്ങി വരും. ഹല്ലേലൂയ. ഭയങ്കരമല്ലേ? നമ്മളൊക്കെ ആരെ കാണാനാണ് പോകുന്നത്? വലിയ വലിയ ആൾക്കാരെ കാണാൻ പോവും. പക്ഷേ ഇത് ആരെയാണ് കാണാൻ വരുന്നത്? സിമിത്തേരി ശവകുടീരങ്ങൾക്കിടയിൽ കിടക്കുന്ന ഒരുത്തനെ. ഇത് വായിച്ചിട്ട് ഒരാൾ പറഞ്ഞേ, ഹോ, കല്യാണമൊക്കെ കഴിച്ച് ഭാര്യയും മക്കളുടെ കൂടെയൊക്കെ നല്ല വീടൊക്കെ വെച്ച് സന്തോഷമായി ജീവിക്കേണ്ട ഒരുത്തൻ ഇപ്പം കിടക്കുന്നത് ഒന്നും അല്ലാത്തൊരവസ്ഥയിൽ. ഇത് വായിക്കുമ്പോൾ ഒരു കാര്യം കേട്ടോ, പിശാച്
ഒരു മനുഷ്യനെ തകർത്താൽ എത്രയും തകരുമെന്ന് കാണിക്കുന്ന ഭാഗമായത്. എവിടം വരെ എത്തിച്ചു? നല്ലൊരു വീടൊക്കെ വെച്ച് ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെയൊക്കെ അന്തസ്സോടെ ജീവിക്കേണ്ട ഒരുത്തൻ ആരാരുമില്ലാതെ ഒറ്റപ്പെട്ട് ഒരു സിമിത്തേരി ശവകുടീരങ്ങൾക്കിടയിൽ പോയി കിടക്കുന്നു. തകർന്നു പോകാൻ ഇതിൽ കൂടുതൽ തകരാനില്ല. ഇനി കൂടുതൽ ഇനി പരാജയപ്പെടാനില്ല. ആർക്കും വേണ്ടാത്തവൻ, ആർക്കും വേണ്ടാത്ത ഒരാളെ കാണാനാണ് ഇപ്പോൾ യേശു വന്നിട്ടുള്ളത്. കുടുംബജീവിതം തകർന്നവരോട്, സാമ്പത്തികം തകർന്നവരോട്, പരാജയപ്പെട്ടവരോട് നിന്നെ കാണാൻ യേശു വരുന്ന ദിവസമാണ്. യേശു നിന്നെ കാണാനാണ് വന്നിട്ടുള്ളത്. ഇനി എന്താ അടുത്ത ഭാഗം ഓർക്കണം? ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന. ആ വാക്ക് നോക്കി, താമസിച്ചിരുന്ന. അപ്പം പുള്ളി വീട് പോലെ അവിടെയാ കണ്ടേ. ഇടയ്ക്ക് വന്നു പോയി ഉച്ചയ്ക്ക് 12 മണിക്ക് വന്ന് ഒരു അരമണിക്കൂർ അവിടെ നിന്നിട്ട് പോകുന്നല്ല. പുള്ളിയുടെ വീട് പോലെയാണ് കാണുന്നത്. താമസിച്ചിരുന്ന. അപ്പം എവിടെയാണ് താമസിച്ചത്? ടൗണിലല്ല, വാടകയ്ക്കല്ല. ഒരു മറ പോലുമില്ലാത്ത മനുഷ്യരെ അടക്കം ചെയ്ത കല്ലറയ്ക്കിടയിൽ ഒറ്റയ്ക്ക് താമസിക്കുക, ഒരു ഭ്രാന്തനെ പോലെ. അവിടെയാ താമസിച്ചത്. ഇവിടെ നിങ്ങൾ ഓരോ നല്ല വീട്ടിൽ നിന്നല്ലേ ഇവിടെ വന്നത്, നല്ല കാറിൽ ഇറങ്ങി നല്ല ബസ്സിൽ യാത്ര ചെയ്താണ് വന്നത്. ശവകുടീരത്തിൻ്റെ ഇടയിൽ നിന്നും ആരും ഇവിടെ എഴുന്നേറ്റ് വന്നിട്ടില്ല. ഇത്രയും തകർന്നിട്ടില്ല ആരും, ഇത്രയും പരാജയപ്പെട്ടിട്ടില്ല. എത്ര തകർന്നാലും ദൈവത്തിന് നിന്നെ ഒരു അത്ഭുതമാക്കാൻ പറ്റുന്നു ഈ 5-ാം അധ്യായം പഠിപ്പിക്കുവാണ്. എത്ര തകർന്നാലും, ആരെല്ലാം ഒഴിവാക്കിയാലും, ആരെല്ലാം തള്ളിയാലും ദൈവം നിന്നെ ഉപേക്ഷിക്കുകയില്ല. ആ ദൈവത്തെയാണ് പാടുന്നത്, പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുന്നത്, സ്തുതിക്കുന്നത്. ഇത്ര നല്ല ദൈവത്തെ എങ്ങനെ പാടാതിരിക്കും, എങ്ങനെ ആരാധിക്കാതിരിക്കും? അടുത്ത ഭാഗം വായിക്കുകയാണ്. ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല. ഇനി അവന്റെ പ്രത്യേകത 5-ാമത്തെ വാക്യം, രാപകൽ, ഡേ ആൻഡ് നൈറ്റ്, രാത്രിയും പകലും അവൻ കല്ലറകൾക്കിടയിലും മലകളിലും ആയിരുന്നു. അവൻ അലറി വിളിക്കും, കല്ലുകൊണ്ട് സ്വന്തം ഇടിച്ച് പരിക്കേൽപ്പിക്കും. ഇങ്ങനെ എല്ലാവിധത്തിലും പരാജയപ്പെട്ട ഒരാൾ. ഇനി ഒരു കാര്യമുണ്ട്. ഇനി ഇത് പറയാൻ പോകുന്ന വിഷയം നേരത്തെ പ്രസംഗിച്ചിട്ടുള്ളതാണ്. എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുവോ? നന്നായി കേൾക്കുന്നുവോ? ഇപ്പോൾ ഈ പിശാച് ബാധിതൻ്റെ അകത്തുള്ള പിശാച് പറയുവാണ്, ഞങ്ങളെ അപ്പുറത്തുള്ള പന്നിക്കൂട്ടത്തിലേക്ക് വിട്ടേക്കാൻ പറഞ്ഞു. അവിടെ എത്ര പന്നികളുണ്ട്? 2000 പന്നികളുണ്ട്. എത്ര പന്നികളുണ്ട്? 2000. അപ്പോൾ ഈ പിശാച് ബാധിതൻ, ഇപ്പോൾ പിശാച് പറയുവാണ്, ഞങ്ങളെ എങ്ങോട്ടും വിട്ടേക്കല്ല്, അപ്പുറത്തെ പറമ്പിൽ അവിടെ 2000 പന്നികളുടെ ഒരു ഫാമുണ്ട്, അങ്ങോട്ട് വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങോട്ട് പോകോളാൻ പറഞ്ഞു. ഇനി 12-ാമത്തെ വാക്യം അത് വായിച്ചേ. ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കുക, ഞങ്ങൾ അവയിൽ പ്രവേശിച്ചു കൊള്ളാം. ഞങ്ങൾ അവരുടെ ഈ പന്നിയുടെ അകത്ത് കയറി ഇരുന്നോളാം എന്ന് പറഞ്ഞു. ഞങ്ങൾ എങ്ങോട്ടും വിടല്ല. അപ്പുറത്തൊരു 2000 പന്നികളെ വളർത്തുന്ന ആൾക്കാരുണ്ട്, ആ പന്നികളിലേക്ക് വിട്ടാൽ ഞങ്ങൾ അവിടെ പ്രവേശിച്ചിരുന്നോളാം എന്ന് പറഞ്ഞു. അവർ പന്നിക്കൂട്ടത്തിൽ, വായിച്ചേ, അവൻ അനുവാദം നൽകി. അശുദ്ധാത്മാക്കൾ പുറത്തു വന്ന് പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു. പ്രവേശിച്ച സമയം ഒരു 10:30 10:45 എല്ലാം മരിച്ചു. 10:30 കയറിയെങ്കിൽ അന്നേരം അടുത്ത സ്റ്റെപ്പ് എഴുതിയിരിക്കുവാണ്, അവ കിഴുക്കാന്തൂക്കായ തീരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചത്തു. അരമണിക്കൂർ കൊണ്ട് 2000 പന്നികളും തീർന്നു. അരമണിക്കൂർ കൊണ്ട് സംഭവം തീരുമാനമായി. അരമണിക്കൂർ അവിടെ പുല്ല് മേഞ്ഞുകൊണ്ടിരുന്ന, ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന പന്നികളൊക്കെ നിമിഷ നേരം കൊണ്ട് തന്നെ പോയി എല്ലാം കിഴുക്കാന്തൂക്കായ ഒരു സ്ഥലത്തൂടെ ചെന്ന് മുങ്ങിച്ചത്തു. അരമണിക്കൂറിനുള്ളിൽ തീരുമാനമായി, അല്ലെ 1 മണിക്കൂറിനുള്ളിൽ എല്ലാം തീരുമാനമായി. അപ്പോൾ എൻ്റെ ചോദ്യം, പിശാച് ബാധിതനായ മനുഷ്യൻ എന്തുകൊണ്ടാണാവോ ഇത്രയും വർഷമായിട്ട് പുള്ളി മരിക്കാഞ്ഞ്? ഈ പന്നി ചത്തതുപോലെ മരിച്ചു പോകേണ്ടവനായിരുന്നു ആ വ്യക്തിയും. തകർന്നു പോകേണ്ടതായിരുന്നു, ഒന്നും അല്ലാതായി പോകേണ്ടതായിരുന്നു. അടുത്ത ഭാഗം ശ്രദ്ധിച്ചേ. ദൈവ പദ്ധതിയുള്ളതിനെ തകർത്തു കളയാൻ ഒരു പിശാചിനും ഒരു കാലത്തും പറ്റത്തില്ല. അതിന്റെ വാക്ക്
ഹാലേലൂയ. വിശ്വസിക്കുന്ന നമുക്ക് ഇച്ചിരി പരീക്ഷണം തരും, ഇച്ചിരി പ്രതിസന്ധി തരും, ഇച്ചിരി വെല്ലായ്മകളൊക്കെ തരും, നമ്മുടെ ഉറക്കം കെടുത്തുന്ന കുറച്ച് ദിവസങ്ങളൊക്കെ വരുമായിരിക്കും. ദൈവ പദ്ധതിയുള്ള നിന്നെ, ദൈവ പദ്ധതിയുള്ള എന്നെ, ദൈവത്തിന്റെ പദ്ധതിയുള്ള നിങ്ങളുടെ കുടുംബത്തെ ഒരാഭിചാരത്തിനും ഒരു മന്ത്രവാദത്തിനും ഒരു കൂടോത്രക്കാരനും ഒരു അസൂയക്കാരനും ഏഷണിക്കാരനും കുറ്റം പറഞ്ഞു നടക്കുന്നവനും ദൈവ പദ്ധതിയുള്ളതിനെ തകർത്തു കളയാൻ പറ്റത്തില്ല. ഈ ഒരൊറ്റ വാക്ക് ഗൗരവത്തോടെ പറയാനാ മൈക്ക് ഇന്ന് കയ്യിലെടുത്തത്. ഇത്രയും ഇത് കേട്ടാ മതി, ഇത്രയും മതി. ഈ വചനം വിശ്വസിക്കുക. പന്നിയൊക്കെ 2000 പന്നി 1 മണിക്കൂറിനുള്ളിൽ ചത്ത് തീരുമാനമായി. അതിൻ്റെ ഉടമസ്ഥന്മാർ അത്ഭുതപ്പെട്ട് അവരോട് വേഗം നാട് വിട്ടു പോകാൻ പറഞ്ഞു. ഞങ്ങളുടെ സമ്പത്തെല്ലാം പോയെന്ന് പറഞ്ഞു. 2000 പന്നികൾ കൊല്ലാൻ ശക്തിയുള്ളൊരു പിശാച് ഒരു മനുഷ്യനെ എന്നെ തകർക്കാൻ പറ്റാഞ്ഞേ? പരമാവധി 4 അറ്റവും നോക്കിയല്ലോ, പല പ്രാവശ്യം ശ്രമിച്ചിട്ടും തകർത്ത് കളയാൻ പറ്റിയില്ല. ഇവിടെ ഇരിക്കുന്ന ഈ വചനം കേൾക്കുന്ന എല്ലാവരോടും പറയട്ടെ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുള്ളത് കൊണ്ടാ കുഞ്ഞെ ഈ ശബ്ദം ഇന്ന് കേൾക്കാനിടയായത്. ഇത് ഓൺലൈനിലൂടെ ആകാം, ഇത് ഇവിടെ ഇരുന്നോണ്ടാകാം. നിങ്ങളെ തകർക്കാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല. വലിയ കാര്യങ്ങൾ ഉരുണ്ടുരുണ്ട് നിപ്പുണ്ട് അവിടെ, നിങ്ങളെ തോൽപ്പിക്കാൻ, നിങ്ങളെ ഇല്ലാതാക്കാൻ, നിങ്ങളുടെ കുടുംബജീവിതം കലക്കാൻ, നിങ്ങളുടെ ഭാവിയെ തകർക്കാൻ. അങ്ങ് കടലിലെ തിരമാല പോലെ ഉരുണ്ടുരുണ്ട് വരുന്നുണ്ട് അതിലെ കൂടെ. പക്ഷെ നിന്നെ തൊടുകയില്ല. കാരണം എൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി ഇല്ലാത്ത പന്നികളൊക്കെ 1 മണിക്കൂർ കൊണ്ട് കഥ തീർന്ന് അവസാനിച്ചു. എല്ലാത്തിനെയും പിടിച്ച് കുഴിച്ചിടേണ്ടി വന്ന വർഷങ്ങളായി തകർന്ന് തരിപ്പണമായ ഒരുത്തനെ അവൻ്റെ ജീവൻ എടുക്കാൻ, തകർത്ത് കളയാൻ പറ്റിയില്ല, പരീക്ഷിക്കാൻ കഴിഞ്ഞു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇത് കേട്ടെ. നിങ്ങൾ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്കെതിരെ കൂടോത്രം കിടപ്പുണ്ട്, ക്ഷുദ്രപ്രയോഗം കിടപ്പുണ്ട്, നിങ്ങളുടെ വീടിനകത്ത് തകിട് കുഴിച്ചിട്ടിട്ടുണ്ട്, നിങ്ങളുടെ വീടിനകത്ത് മന്ത്രവാദം ചെയ്യുന്നവരുണ്ട്? നിങ്ങൾ പേടിക്കുന്നുവോ? നിങ്ങൾ അന്നേരെ പറഞ്ഞോണം, എന്നെക്കുറിച്ച് ദൈവ പദ്ധതിയുണ്ട്. ഞാൻ നിൽക്കുന്നത് ഒരു കൊടയുടെ കീഴിൽ എന്ന പോലെ ദൈവ പദ്ധതിക്കകത്താണ്. മഴ പെയ്യുമ്പോൾ നമ്മൾ എന്തെടുക്കും? കൊടയെടുക്കും. എടുക്കുവോ? മഴ പെയ്ത അന്നേരെ ബാഗ് തുറന്ന് കൊടയെടുക്കുക. കൊടയെടുത്തോണ്ട് നടക്കുന്നത്. ഈ കൊടയ്ക്ക് മഴയെ നിർത്താനുള്ള ശക്തിയില്ല. പക്ഷെ ഈ കൊടയ്ക്ക് മഴ എത്ര പെയ്താലും നിന്നെ നനയ്ക്കാതിരിക്കാനുള്ള ശക്തിയുണ്ട്. അതിനുള്ളൊരു പവറുണ്ട് ഇതിന്. നിന്റെ തലയിൽ വെള്ളം വീഴത്തില്ല. 350 രൂപയുടെ കുടയ്ക്ക് മഴയെ നിർത്താൻ പറ്റുമോ? ഈ കുട കൊണ്ട് എന്നാ മാജിക്ക് കാണിച്ചാലും ആകാശത്തുനിന്ന് പെയ്യുന്ന മഴയെ നിർത്താൻ, ഒരു തുള്ളിയെ നിർത്താൻ നിനക്ക് പറ്റത്തില്ല. പക്ഷെ എന്നാ മഴ പെയ്തോട്ടെ, മഴ നിൽക്കേണ്ട, മഴ പെയ്യട്ടെ. പക്ഷെ ആ ഒരു തുള്ളി വെള്ളം എൻ്റെ തലയെ വീഴാതിരിക്കാൻ ഈ കുട കൊണ്ട് പറ്റുമെങ്കിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിയുടെ താഴെയാണ് നിൽക്കുന്നതെങ്കിൽ, അവർ ചെയ്യാൻ പറ്റുന്നതൊക്കെ അവർ ചെയ്യട്ടെ, പറയാൻ പറ്റുന്നതൊക്കെ അവർ പറയട്ടെ, തോപ്പിക്കാൻ പറ്റുന്ന വിധത്തിലൊക്കെ തോപ്പിക്കാൻ നോക്കട്ടെ. ഇല്ലാത്തതും കാര്യങ്ങളും എല്ലാം നിങ്ങൾ പറയട്ടെ. അന്നേരമൊക്കെ നിങ്ങൾ പറയണം, ഞാൻ നിൽക്കുന്നത് സർവശക്തന്റെ പദ്ധതിക്കകത്താണ്. ഒരു ദോഷവും എനിക്ക് വരികയില്ല. ഇത് പറയുവോ? ഒരു ദോഷവും എനിക്ക് വരികയില്ല. ഇത് നിങ്ങളോട് പറയുക. ഇനി പ്രാർത്ഥനക്കാരൻ വീട്ടിൽ വന്നിട്ട് പറയുക, കൂടോത്രം കുഴിച്ച് അങ്ങ് അകത്തിട്ടിരിക്കുക, കുഴിച്ചെടുക്കണം, JCB കൊണ്ടുവരാൻ പറഞ്ഞാൽ നിങ്ങൾ പറയണം, JCBക്ക് എല്ലാം കൂടെ നല്ല പൈസ ചിലവാകും, വേണ്ടാത്ത പണിക്ക് പോകണ്ട, അവിടെ കിടക്കേണ്ടത്. നിങ്ങൾ നിൽക്കുന്നത് ദൈവ പദ്ധതിക്ക്. എൻ്റെ വിശ്വാസമാണ് പറയുന്നത്. ഇഷ്ടമുണ്ടെ എടുത്താൽ മതി. സംശയിക്കാൻ എളുപ്പമാണ്, വിശ്വസിക്കാൻ പാട്. സംശയിക്കാൻ എളുപ്പമാവും, ചുമ്മാ ഒരാൾ പറഞ്ഞാൽ മതി, അന്നേരം സംശയം വരും. വിശ്വസിക്കാൻ പാടുള്ളതാ നിങ്ങളോട് പറയുന്നത്. സംശയിക്കാനല്ല, വിശ്വസിക്കുന്നവനിലാ ദൈവം അനുഗ്രഹം ചെയ്യുന്നത്. ഹല്ലേലൂയ. സംശയിക്കാൻ എളുപ്പമായി. ഇപ്പം എന്തെങ്കിലും പറഞ്ഞാൽ മതി, പെട്ടെന്ന് ഇപ്പം വരും കാട്ടുതീ പോലെ സംശയം. വിശ്വസിക്കാനാ പാട്. ശ്രദ്ധിച്ചേ, നമ്മളോട് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പറയും. അയ്യോ, ആ മനുഷ്യരോട് മിണ്ടരുത് കേട്ടോ, ആ വ്യക്തി കൂടോത്തരവാ. അയ്യോ, ആ വ്യക്തിയുടെ വീട്ടിൽ പോവല്ലേ, നിങ്ങളുടെ എല്ലാ ഗുണവും പോവും. ഞാൻ നിൽക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയിലാണെന്നേ, എന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നേ. ഞാൻ നടക്കുന്നതും, ബൈബിളിൽ ഒരു വാക്കുണ്ട്, ദൈവം എൻ്റെ കാവൽക്കാരെന്ന്. സങ്കീർത്തന വചനത്തിൽ ദൈവമാണ് എൻ്റെ കാവൽക്കാരൻ.
ഒരാളുടെയും പൊട്ടവർത്താനത്തിൻ്റെ മുമ്പിൽ ഭയപ്പെട്ടേക്കല്ലേ. ഒരു ദോഷവും എനിക്ക് വരി. എല്ലാ ദിവസവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം കേട്ടോ. ഏത് പ്രാർത്ഥന? ഒരു ദോഷവും എനിക്ക് വരികയില്ല, ഒരു തിന്മയും എനിക്ക് വരികയില്ല, ഒരനർത്ഥവും എൻ്റെ കൂടാരത്തെ തൊടുകയില്ല. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത് പറയണം. ഒരു ദോഷവും എനിക്ക് വരികയില്ല, ഒരു തിന്മയും എനിക്ക് വരികയില്ല, ഒരനർത്ഥവും എൻ്റെ കൂടാരത്തെ തൊടുകയില്ലെന്ന് ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. 10 പ്രാവശ്യം പറ. ഒരു ബിപിയും കൂടിയല്ല, ഒരു പ്രതിസന്ധി നിന്നെ തോപ്പിക്കത്തില്ല. ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക്. 1 രൂപ ചെലവില്ലാത്ത പ്രാർത്ഥനയാണ്. 10 രൂപ നേർച്ചയിട്ടിട്ട് പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത്. ഒരു പൈസ ചെലവില്ലെന്നേ. നല്ലൊരു മനസ്സോടെ രാവിലെ പ്രാർത്ഥിക്കണം. ഒരു ദോഷവും എനിക്ക് വരികയില്ല. ഇതൊക്കെ ഭയപ്പെടുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. ചുമ്മാ പറയുന്നൊരു വാക്കല്ല. ദൈവ പദ്ധതിയുള്ള ഒരുത്തനെ പിശാച് ഇരുന്ന് പഠിച്ച പണി 18 നോക്കിയിട്ട്, രാപകൽ നോക്കിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇത് ബാലരമയിലെ കഥയാണോ? ഇത് നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ഒരു സ്കൂൾ പുസ്തകത്തിലെ കഥയല്ല പറഞ്ഞത്. ഇത് വേദപുസ്തകത്തിലെ ഒരു പ്രധാനപ്പെട്ട വാക്കാണ്. ആരാ പറഞ്ഞത് ദൈവ പദ്ധതിയുള്ളതിനെ തകർക്കാൻ പറ്റുമെന്ന്? ദൈവ പദ്ധതിയുള്ള എന്നെ, ദൈവ പദ്ധതിയുള്ള ഈ മാത്യുവായ എന്നെ തകർക്കാൻ ആർക്കും പറ്റത്തില്ലെന്നുള്ളത് എൻ്റെ വിശ്വാസമാണ്. ഞാൻ ദൈവത്തിൻ്റെ കരുതലിൻ്റെ സുരക്ഷിത കരങ്ങൾക്കകത്താണ് നിൽക്കുന്നത്. എനിക്ക് ഒരു ദോഷവും വരികയില്ല. ആരോ പ്രാർത്ഥിച്ചിട്ട് പറയുവാന്നിരിക്കട്ടെ, എന്തോ ഒരു ദോഷം വരുന്നുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ പദ്ധതിയിലാണ് നിൽക്കുന്നത്. അന്നേരെ അത് പറയണം. അങ്ങ് നിനക്കുള്ളൊരു സൗഖ്യം ദൈവം അയക്കുന്നത് ഞാൻ കാണുന്നു. നിന്റെ മേൽ വരുന്നൊരു, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ, നിന്റെ മേൽ വരുന്ന ഒരു അനുഗ്രഹത്തെ ഞാൻ കാണുന്നു. നിന്റെ മേൽ ദൈവം അയക്കുന്ന സമാധാനം ഞാൻ കാണുന്നു. നിന്റെ പ്രശ്നങ്ങൾ മാറുന്നത് എന്നെ ദൈവം അതാ പഠിപ്പിച്ചത്, അതാ ഞാൻ പ്രസംഗിക്കുന്നത്. ശരിയാണോ? ദൈവം നൽകുന്നതാ എൻ്റെ ജീവിതത്തിൽ വരേണ്ടത്. ഞാൻ ദൈവത്തിൻ്റെ എപ്പോഴും വിശ്വസിക്കണം. ഒരു പിശാച് ബാധിതനായ വസ്ത്രം പോലും ധരിക്കാത്തവനെ 2000 പന്നികളെ ഒരു നിമിഷം കൊണ്ട് തകർക്കാൻ കഴിവുള്ള പിശാച് രാപകൽ നോക്കിയിട്ട് അവനെ ഇല്ലാതാക്കാൻ പറ്റിയില്ല. ഈ ദൈവ പദ്ധതിയുള്ളതിനെ എവിടെയും മുക്കിക്കളയാൻ പറ്റില്ല. വിശ്വസിക്കണം കേട്ടോ. ദൈവ പദ്ധതിയുള്ളതിനെ തകർക്കാൻ പറ്റില്ല. ദൈവ പദ്ധതിയുള്ളതിനെ മായ്ച്ചു കളയാൻ പറ്റത്തില്ല. നീ ദൈവ പദ്ധതിക്കകത്തു നിൽക്കുന്ന ഒരാളാണ്. സ്കൂട്ടറിൽ പോകുന്ന, ബൈക്കിൽ പോകുന്ന ഒരാൾ ഹെൽമെറ്റ് വയ്ക്കുന്നത് എന്തിനാണ്? അപകടം ഇല്ലാതാക്കാനാണോ അതോ അപകടം ഉണ്ടായാലും തലയ്ക്ക് വല്ലതും പറ്റാതിരിക്കാനാണോ? ഹെൽമെറ്റ് വച്ചു എന്ന് വിചാരിച്ച് വണ്ടി മറിയാതിരിക്കത്തില്ല. ഹെൽമെറ്റ് വച്ചു എന്ന് വിചാരിച്ച് ആക്സിഡൻറ്റ് ഉണ്ടാകാതിരിക്കത്തില്ല. ആക്സിഡൻ്റ് ഉണ്ടായാലും എൻ്റെ തലയ്ക്കൊന്നും പറ്റാതിരിക്കാനാണ് ഞാൻ ഈ സാധനം തലയിൽ വച്ചിരിക്കുന്നത്. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ലെന്നല്ല, പ്രതിസന്ധികൾ ഉണ്ടാകുകയില്ലെന്നല്ല, വെല്ലുവിളി ഉണ്ടാകുകയില്ലെന്നല്ല, തിന്മയുടെ സ്വാധീനം കയറി വരികയില്ലെന്നല്ല, എന്നാ വന്നാലും എന്നെ ഒന്നും തൊടിയാലെന്നുള്ളതിനാണ്. അത് ഹെൽമെറ്റ് വെച്ചതുപോലെ, കയ്യിൽ കുടയെടുക്കുന്നത് പോലെ ചിലതൊക്കെ കയ്യിലും ജീവിതത്തിലൊക്കെ എടുത്ത് കൈ പിടിച്ചോണം. എപ്പോഴും മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ആ കുട എടുത്തുകൊണ്ട് പോകാൻ പറയില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ ചിലർ റോട്ടിൽ കിടക്കുന്ന ചെളിവെള്ളം, ചില വാഹനങ്ങൾ സ്പീഡിൽ പോകുമ്പോൾ നേരെ നമ്മുടെ മേത്തേക്ക് ചെളി തെറിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? ആ കുട നേരെ ഇങ്ങനെ പിടിച്ചേക്കും. നമ്മുടെ വെള്ളമെടുപ്പേ പറ്റാതിരിക്കുക എങ്ങനെ പിടിച്ചേക്കും? ആ ചെളിവെള്ളം എവിടെ വരുള്ളൂ? ആ കുടയെ തട്ടി അത് അങ്ങ് പൊക്കോളൂ. എൻ്റെ മേത്ത് തെറിക്കത്തില്ല. ഇത്രയൊക്കെ അറിയാവോ? ഇത്രയൊക്കെ ജീവിതത്തിലും ചെയ്യണം. നമ്മൾ കേൾക്കുന്ന വചനം നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ നേരെ തെറിച്ചു വരുന്ന പ്രശ്നങ്ങൾക്ക് നേരെ അത് നമ്മുടെ മേത്ത് തൊടിയാലെന്ന് ആരാ തൊടുന്ന് പറഞ്ഞത്? ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല വെറും ഒച്ചയാന്നും ബഹളമാണെന്നും ചിന്തിക്കരുത്. എൻ്റെ ചുറ്റും രൂപപ്പെടുന്ന ഒരു രക്ഷാവലയുണ്ട്. സത്യവ മന്ത്രവും തന്ത്രവും ഒക്കെ ചെയ്യുന്നവർ ഇഷ്ടം പോലെയുണ്ട്. കൈവശം കൊടുക്കുന്നവരുണ്ട്. നമ്മൾ അവരെ നിർത്താനും അവരെ ഉപദേശിക്കാനും നമ്മളാരുമല്ല. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആരല്ല എന്തെല്ലാം ചെയ്താലും എൻ്റെ അകത്തുള്ള ദൈവത്തിലുള്ള വിശ്വാസമാണ്. ഒരു ദോഷവും എനിക്ക് വരികേല, എൻ്റെ ശുശ്രൂഷയ്ക്ക് വരികേല. എന്ത് ചെളിവെള്ളം തെറിപ്പിക്കാൻ നോക്കിയാലും ഞാനത് എൻ്റെ മേത്ത് തൊടിയേല, എൻ്റെ മേത്ത് അത് തെറിച്ചു വീഴത്തില്ല. ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞല്ലോ ഒരു കാര്യം. ഞാൻ ഇന്നലെ ഒരാൾ ഇങ്ങനെ പറയുമോ, ഞാൻ ഒരുപാട് പ്രശ്നത്തിലൂടെ കടന്നുപോയൊരു സമയത്ത് എനിക്ക് ധ്യാനം നടത്താനുള്ളൊരു മാനസികാവസ്ഥയിൽ എനിക്ക് സങ്കടം വന്നാൽ എൻ്റെ മുഖത്ത് വരും. എനിക്ക് ഭയങ്കര ടെൻഷൻ, എനിക്ക് ക്ലാസ് എടുക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും, ശുശ്രൂഷ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും, ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് എൻ്റെ മനസ്സിലൊരു സങ്കടം ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും എന്നോട് ചോദിക്കും എന്തുവാ ടെൻഷൻ? എനിക്ക് പെട്ടെന്ന് അത് മുഖത്ത് വരും. എനിക്കങ്ങനെ നല്ല സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്യാത്തൊരു ദിവസം, ചെയ്യാൻ പറ്റാത്തൊരു സമയത്ത്
എന്നെ ദൈവം കാണിച്ചു, ദേ ആ മൂലയ്ക്ക് നിൽക്കുന്ന ആ സഹോദരിയെ നോക്ക്, അങ്ങോട്ട് നോക്ക്. അവിടെ 2 കൈ കൊണ്ടും ഒരു കൊച്ചിനെ എടുത്തൊരു ടർക്കിയിൽ പൊതിഞ്ഞ് പിടിച്ചിരിക്കുന്ന ഒരു തിക്കിലും തിരക്കിലും പെടാതെ ഇച്ചിരി മാറി ഇച്ചിരി തിരക്ക് കഴിയുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വരാൻ നിൽക്കുന്ന ഒരു സഹോദരിയാണ്. വലിയ പ്രായമൊന്നുമില്ല, പക്ഷെ അത് ഒരു കൈ കൊണ്ടല്ല, ആ കുഞ്ഞിനെ എടുത്തിരിക്കുന്ന 2 കൈ കൊണ്ടാണ്. ഒരു പ്രത്യേക രീതിയിൽ അതിൻ്റെ മുഖം മാത്രം കാണാവുന്ന രീതിയിൽ ടർക്കി കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നതാണ്. ദൈവം എന്നോട് പറയുന്ന പോലെ എനിക്ക് തോന്നി, ദൈവത്തിൻ്റെ കയ്യിൽ നീയും അതുപോലാണ്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളോട് ഞാനത് പറയാൻ പോവാ. ദൈവത്തിൻ്റെ കയ്യിൽ നിങ്ങളും അതുപോലെ ആയിരിക്കുന്നേ. ദൈവത്തിൻ്റെ കയ്യിൽ നിങ്ങളും അതുപോലെ. കടമുണ്ട്, പ്രശ്നമുണ്ട്. ആ കുഞ്ഞിനെ എടുത്തു പിടിച്ചിരിക്കുന്ന അമ്മയുടെ കൈകളിലേക്ക് നോക്ക്. എത്ര സേഫ് ആൻഡ് സെക്യൂറായിട്ട് ആ കുഞ്ഞിനെ പൊതി. അതുപോലെയാ ദൈവത്തിൻ്റെ കയ്യിൽ ഞാനും നിങ്ങളും ഇരിക്കുന്നത്. ഒരു ദോഷവും തട്ടത്തില്ല, ഒരു തിക്കിലും തിരക്കിലും പെട്ട എനിക്കൊന്നും വരത്തില്ല. ദൈവത്തിന്റെ പദ്ധതിയുള്ളതിനെ ദൈവം പൊതിഞ്ഞ് സൂക്ഷിക്കും. ദൈവത്തിന്റെ പദ്ധതിയുള്ളതിനെ കാണാൻ ദൈവം ഒരു നാൾ വരും. നിന്നെ കാണാൻ ദൈവം വന്നിരിക്കുന്ന ദിവസമാ. ഒരു നിമിഷം ഒന്ന് കണ്ണുകളെ അടച്ച്, ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. ഒരു യോഗ്യതയും പറയാനില്ല, ഒരു യോഗ്യതയും പറയാനില്ല. ആ സിമിത്തേരിയിൽ കല്ലറയിൽ കിടക്കുന്നവൻ പറയില്ലേ, എനിക്കൊരു യോഗ്യതയും പറയാനില്ല. എൻ്റെ അടുത്തേക്ക് ദൈവം, എൻ്റെ യേശു വരുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. ഒരു യോഗ്യതയും പറയാനില്ല, ഒരു മേന്മയും അവകാശപ്പെടാനില്ല. എനിക്ക് യോഗ്യതയുണ്ടെന്ന് പറയാൻ എണ്ണി പറയാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. നിനക്കൊരു യോഗ്യതയില്ലെങ്കിലും എല്ലാവരുടെയും പിറകിലാണെങ്കിൽ, ഇന്ന് ഒത്തിരി അടിയിൽ തകർന്ന് അതിന് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് ആണെങ്കിലും ഇന്ന് ദൈവത്തിൻ്റെ കരം നിന്നെ തേടി വരുന്നുണ്ട്. ദൈവത്തിൻ്റെ കണ്ണുകൾ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ അൾത്താരയിലേക്ക്, ഈ ഞാൻ പ്രസംഗിക്കുന്ന സ്ഥലത്തേക്ക് നോക്ക്. ഒരു പടവാണെ പോലും, ഒരു പിക്ചറാണെ പോലും യേശുവിൻ്റെ കരങ്ങൾ എന്നെ നോക്കുന്നത് പോലെ തോന്നും. ഒരു അമ്മയുടെ കരങ്ങളിൽ ഇരിക്കുന്ന കുഞ്ഞിനെ പോലെ. സഹോദരാ, സഹോദരി, പ്രിയപ്പെട്ട അമ്മേ, പ്രിയപ്പെട്ട അപ്പച്ച, നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ പൊതിഞ്ഞായിരിക്കുന്നത്. യു ആർ സേഫ്, യു ആർ സേഫ് ആൻഡ് സെക്യൂർ. ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങൾ സുരക്ഷിതരാണ്. ഞാൻ ദൈവത്തിൻ്റെ പദ്ധതിയിലാണ് നിൽക്കുന്നത്. ദൈവത്തിൻ്റെ കരങ്ങളിലാണ് എൻ്റെ ജീവിതമുള്ളത്. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം ആ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച്. ഒരു യോഗ്യതയും എനിക്ക് പറയാനില്ല. ദൈവത്തിൻ്റെ കരങ്ങളിൽ എൻ്റെ ജീവിതം സുരക്ഷിതമാണ്. ഞാനൊരു പാപിയായ മനുഷ്യനാണേലും എന്നെ കരുതുന്ന ദൈവ സാന്നിധ്യത്തെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ചേർന്ന് ദൈവ പദ്ധതിയുള്ളതിനെ പറഞ്ഞ്, ദൈവ പദ്ധതിയുള്ളതിനെ ആർക്കും തകർക്കാൻ കഴിയില്ല. ഒരു പിശാചിനും തോൽപ്പിക്കാൻ പറ്റില്ല. അവൻ ഉയർത്തെഴുന്നേറ്റ് വരും, ഉയർന്നു വരും. ഹല്ലേലൂയ. ചേർന്ന് പാടിയേ. പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. എല്ലാവരും ചേർന്ന് പറഞ്ഞേ. ഒരു യോഗ്യത പറയാനില്ല, പറയാനില്ല, കൃപയൊന്നു മാത്രം. കൃപയൊന്നു മാത്രം യേശുവേ. ശബ്ദമുയർത്തി. ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ചേർന്ന് പാടി നോക്കി. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും, ഒരു യോഗ്യതയും പറഞ്ഞ് പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. എല്ലാവരും ചേർന്ന് പറഞ്ഞു. ഒരു യോഗ്യതയും സൗഖ്യം ഉണ്ടാകട്ടെ, നിരാശ മാറട്ടെ, സൗഖ്യം ഉണ്ടാകട്ടെ. മാത്രം യേശുവേ. ആമേൻ, ആമേൻ. ഒരു കരം ഉയർത്തി പറയാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്ന് കേട്ട വചനം മറക്കുമോ? ദൈവ പദ്ധതിയുള്ളതിനെ ആർക്കും നശിപ്പിക്കാൻ കഴിയില്ല. ഞാൻ ദൈവ പദ്ധതിക്കകത്താ നിൽക്കുന്നത്.
വിശ്വസിക്കണം. ഇനി നിങ്ങൾ ഓർത്ത് എല്ലാവരും ശ്രദ്ധിക്കണേ, നമ്മൾ ഈ ഭാഗമൊക്കെ വായിച്ച് പ്രസംഗിച്ചു പോകും. ഈ പുള്ളിയുടെ ജീവിതം എവിടെ എത്തി നിങ്ങൾക്കറിയാമോ? തകർന്ന് തരിപ്പണമായി സിമിത്തേരി കിടന്നവൻ, വസ്ത്രം ധരിക്കാത്തവൻ, ആർക്കും വേണ്ടാത്തവൻ. പുള്ളിനെ ദൈവം എവിടെ എത്തിച്ചെന്നറിയാമോ? വലിയൊരു വചനപ്രഘോഷകനാക്കി അങ്ങ് മാറ്റി. എവിടെ എത്തിച്ചു? ഇപ്പോൾ പുള്ളിയെ കാണാൻ നീണ്ട ക്യൂവാ. പുള്ളി ഇപ്പോൾ ബുക്ക് ചെയ്താലേ പ്രോഗ്രാമിന് കിട്ടത്തുള്ളൂ. ഇപ്പം നാട്ടുകാരൊക്കെ ചിന്തിക്കുന്ന പുള്ളി എന്നാ പറ്റിയെന്ന. മറ്റൊരാൾ അതിശയിക്കുന്ന വിധത്തിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോൾ ജീവിതം മാറും. 20-ാമത്തെ വാക്യം വായിച്ചേ. 20-ാമത്തെ വാക്യം, 5-ാം അധ്യായം 20-ാമത്തെ വാക്യം. അവൻ പോയി യേശു തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തെന്ന് ദെക്കാപോളിസിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. കൺവെൻഷന് പ്രസംഗിക്കുന്ന വലിയ പുള്ളിയായി. ദെക്കാപോളിസിൽ ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ പുള്ളിയുടെ പ്രസംഗം ഇപ്പൊ കേട്ടോണ്ടിരിക്കുക. എവിടെ നിന്നാ ഇപ്പൊ സ്റ്റേജിലെത്തിയേ? ആർക്കും വേണ്ടാതെ, വസ്ത്രം പോലും ധരിക്കാതെ, ഒരു ഭ്രാന്തനെ പോലെ ജീവിച്ചവൻ ഇന്ന് വലിയ വചനപ്രഘോഷനായി. ഒരു പട്ടണത്തിൽ കൺവെൻഷൻ നടക്കുക, മാനന്തവാടിയിൽ കൺവെൻഷൻ നടക്കുന്നു എന്ന് പറഞ്ഞ പോലെ എഴുതിയ ദെക്കാപോളിസിൽ പുള്ളിയുടെ കൺവെൻഷൻ. ദൈവം നിന്നെ അനുഗ്രഹിച്ചാൽ ദൈവത്തിന് നിന്നെ എവിടെ എത്തിക്കാൻ പറ്റുമെന്നറിയോ? അനേകരുടെ മുമ്പിൽ നിന്നെ ഒരു അത്ഭുതമാക്കി അങ്ങ് മാറ്റി. വിശ്വസിക്കുന്നു. ഇങ്ങനെ അവസാനിക്കുന്നത്. പുള്ളി അതുപോലെ തന്നെ ജീവിച്ചു, മരിച്ചു. പുള്ളിനെ ആ സിമിത്തേരി തന്നെ അടക്കി എന്നല്ല എഴുതിയിട്ടുള്ളത്. പുള്ളി അടുത്ത ഭാഗം ഒരു കുഞ്ഞു വാക്കുണ്ട്, ദെക്കാപോളിസിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. അപ്പം നിങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും ഇതുപോലെ ഇന്നത്തെ അവസ്ഥയ്ക്ക് മാറ്റം വരും കേട്ടോ. ഇന്നത്തെ അവസ്ഥയ്ക്ക് മാറ്റം വരും, സിറ്റുവേഷൻ മാറും. അടുത്ത നോക്കിയേ, ജനങ്ങൾ അത്ഭുതപ്പെട്ടു. ജനങ്ങൾ ഇങ്ങനെ കണ്ണും പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. ഈ പുള്ളി എങ്ങനെ ഇവിടെ എത്തി? ഈ പുള്ളിക്ക് എന്നാ ഇങ്ങനെ കിട്ടി? ഈ പുള്ളി എങ്ങനെയാ പ്രസംഗിക്കുന്നത്? പുള്ളി എങ്ങനെ ഇവിടെ എത്തി? നിങ്ങളെ നോക്കി നിങ്ങളുടെ നാട്ടിലുള്ളവരും പള്ളിക്കാരും ദേശക്കാരും അത്ഭുതപ്പെടണം. വിശ്വസിക്കുന്നു കേട്ടോ. ചുമ്മാ കേട്ട് 4 കയ്യും അടിച്ചൊരു പാട്ടും പാടി കരിസ്മാറ്റിക്കാന്ന് പറഞ്ഞ് പോയാൽ പോരാ. നിങ്ങളെ നോക്കി നിങ്ങളുടെ നാട്ടിലുള്ള പലരും അത്ഭുതപ്പെടണം. വിശ്വസിക്കും. പ്രാർത്ഥിക്കുന്ന ഇവിടെ ഇരിക്കുന്ന അമ്മയോടും അപ്പച്ചനോടും പറയട്ടെ, നിങ്ങളുടെ പള്ളിയിലെ ആൾക്കാർ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി പറയണം, ആ പിള്ളേര് രക്ഷപ്പെട്ടു. ആ പിള്ളേർ ഇപ്പൊ ഏതോ രാജ്യത്താ, ഇപ്പൊ അവര് നല്ല വീടൊക്കെ വെക്കുന്നുണ്ട്. അയ്യോ, പണ്ടെങ്ങനെ താമസിച്ചിരുന്നവരാ, പണ്ട് പട്ടിണിയും പരിതാപകരമായ അവസ്ഥയായിരുന്നു. അയ്യോ, എന്തോ ഒരു ഘട്ടമാണെന്നറിയായിരുന്നല്ലോ. ഇപ്പൊ ആ പിള്ളേരുടെ അവസ്ഥയൊക്കെ മാറി, അവരൊക്കെ നല്ല നിലയിലെത്തി. നിങ്ങളെ നോക്കി നിങ്ങളുടെ നാട്ടുകാർ നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം കാണുമ്പോൾ ഇങ്ങനെ കണ്ണും മിഴിച്ചത് അത്ഭുതപ്പെട്ടു. ഇപ്പൊ എവിടെ നിൽക്കുന്നേ? ഇപ്പൊ സ്റ്റേജിലാ നിൽക്കുന്നത്. ഒരുപക്ഷെ ഈ പിശാചി ബാധിതൻ ഞാനായിരിക്കും, ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ആയിരിക്കും. ഇന്നത്തെ അവസ്ഥ മാറുന്ന ദൈവം പ്രസംഗിക്കുന്നു, ദൈവം പറയുന്നത്. ഇന്നത്തെ അവസ്ഥ മാറും. പക്ഷെ ഏതോ ഒരു പ്രാർത്ഥനക്കാരൻ പറഞ്ഞ അവസ്ഥ മാറൂലെന്ന്, അത് വിശ്വസിക്കേണ്ട കേട്ടോ. നിങ്ങൾ ശരിയാവില്ലല്ല, എന്തോ പ്രശ്നമുണ്ടെന്ന് ആരോ പറഞ്ഞു, വിശ്വസിക്കണ്ട. എന്താ വിശ്വസിക്കേണ്ടത്? നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം. വിശ്വസിക്കുന്നു. അത് പറയാൻ നിങ്ങളുടെ നാവുകൾ എന്നും പറയണം, എല്ലാവരോടും പറയണം, സഹോദര വിഷമിക്കൊന്നും വേണ്ട, നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും, നിന്റെ പിള്ളേർ രക്ഷപ്പെടും കേട്ടോ, നിന്റെ കുഞ്ഞുങ്ങൾ നല്ല നിലയിലെത്തും, നീ വിഷമിക്കൊന്നും വേണ്ട. അത് കേൾക്കാനല്ലേ നിങ്ങൾ വണ്ടിക്കാശും മുടക്കി ഇങ്ങോട്ട് വന്നത്? അല്ലാണ്ട് നിങ്ങൾ തകർന്നു പോകും, നിങ്ങൾ ശരിയാകത്തില്ല, പിള്ളേർ രക്ഷപ്പെടുന്നതായിട്ട് കാണുന്നില്ല, പോക്കുവരെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഇതൊക്കെ പറയാം, ഇതൊക്കെ കേൾക്കാനാണെ വണ്ടിക്കാശ് മുടക്കി ഈ റിസ്ക് എടുക്കേണ്ട കാര്യമുണ്ടോ? ദൈവത്തിൽ നിന്ന് നിങ്ങൾ കേൾക്കാൻ വന്നത് രക്ഷപ്പെടുമെന്ന് അവിടെ നിൽക്കുന്ന മനുഷ്യൻ ഞങ്ങളോട് പറയുന്നത് കേൾക്കാനാ 1000 രൂപയും 2000 രൂപയും 50 രൂപയും 100 രൂപയൊക്കെ മുടക്കി ഈ മുറ്റത്ത് കയറി വന്നത്. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരത്തില്ല. ശ്രദ്ധിച്ചോ? നിങ്ങൾക്കെല്ലാം പിടികിട്ടിയോ? സിമിത്തേരി കിടന്നവൻ ഇപ്പൊ വലിയ ധ്യാനഗുരുവായി. ദെക്കാപോളിസിൽ ദൈവം ചെയ്തതൊക്കെ പുള്ളി ഭയങ്കര പ്രസംഗമാ. പുള്ളിനെ ഇപ്പൊ കിട്ടണമെങ്കിൽ അടുത്ത വർഷം കിട്ടണം, ഇപ്പോഴേ ബുക്ക് ചെയ്യണം. പുള്ളി വലിയ പ്രഭാഷകനായി. ദെക്കാപോളിസിൽ വീട്ടിൽ പ്രസംഗിച്ചു എന്നല്ല, പഞ്ചായത്തിൽ പ്രസംഗിച്ചു എന്നല്ല, ദെക്കാപോളിസിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നത് കണ്ട് നിങ്ങളുടെ നാട്ടുകാർ, ദേശക്കാർ, ചേട്ടന്റെ വീട്ടുകാർ, ഭർത്താവിന്റെ വീട്ടുകാർ, ഭാര്യ വീട്ടുകാർ
അത്ഭുതപ്പെടണം. വിശ്വസിക്കുന്നു. വേണ്ടേ? അനുഗ്രഹം, നിങ്ങൾക്കൊരു അനുഗ്രഹം വരുമ്പോൾ പലരും അത്ഭുതപ്പെടും. പുള്ളിക്ക് എങ്ങനെ കിട്ടി? പുള്ളിക്ക് അതിന് വിദ്യാഭ്യാസം ഇല്ലല്ലോ, പുള്ളിക്ക് വിവരമൊന്നുമില്ലല്ലോ, പുള്ളി എങ്ങനെ? അത് ദൈവം ചെയ്യുന്നതാണേ. നമ്മൾ ചെയ്യുന്നതും നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്നതും രണ്ടും രണ്ടാണ് കുഞ്ഞേ. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഏറ്റവും വേദനിക്കുന്നവരോടും തകർന്നവരോടും പറയട്ടെ, മറ്റുള്ളവർ അതിശയിക്കത്തക്ക വിധം നിങ്ങളുടെ സിറ്റുവേഷനെ ദൈവം മാറ്റും. ഇന്ന് 4 കൂടിയ സ്ഥലത്ത് ഒരു എങ്ങോട്ട് തിരിയണം, എങ്ങോട്ട് പോകണം എന്ന് ചിന്തിച്ച് ഒരു നടുക്കടലിൽ നിൽക്കുന്ന പോലായിരിക്കും ഇന്ന് നിൽക്കുന്നേ. ദൈവം നിന്നെ കൈപിടിച്ച് കൊണ്ടുപോകുന്നത് ഒരു നല്ല ഉയർച്ചയിലേക്കായിരിക്കട്ടെ. ഇതൊരു നല്ല തുടക്കമായിരിക്കട്ടെ. ഇവിടെ നിന്ന് ജീവിതം ആരംഭിച്ച മനുഷ്യരുണ്ട് കേട്ടോ. തകർന്ന് തരിപ്പണമായ മനുഷ്യർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ജീവിതം ഒന്ന് ജീവിക്കാൻ ആരംഭിച്ചിറങ്ങിപ്പോയവരുണ്ട്. വേണ്ടാത്ത ബന്ധങ്ങളെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയവരുണ്ട്. നല്ല തീരുമാനം ഈ ശബ്ദപരിധിക്കുള്ളിൽ എടുത്തവരുണ്ട്. വലിയ രീതിയിൽ മാനസാന്തരപ്പെട്ടവരുണ്ട്. മദ്യപാനം നിർത്തിയവരുണ്ട്. കണ്ണുനീർ തുടച്ചവരുണ്ട്. ഇവിടത്തെ ഈ കുഞ്ഞു സ്ഥലമായാലും എന്തുമാത്രം അത്ഭുതങ്ങളെ കണ്ടിട്ടുണ്ടെന്നറിയാമോ? ഒരാഴ്ചയിൽ 30, 40, 50 പേര് സാക്ഷ്യം പറയണമെങ്കിൽ ഒന്നുമില്ലാണ്ട്, ദൈവപ്രവൃത്തി ഇല്ലാണ്ട് നടക്കുമോ? ഒന്നുമില്ലാതെ ഇത്രയും ആളുകൾ ഈ മല കയറി ഇവിടെ വരുമോ? ഈ സ്ഥലത്ത് വണ്ടിക്കാശ് മുടക്കി വരുമോ? ഇത് പകൽ സമയമാണ്. 100 കൂട്ടം പണിയുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. 100 കൂട്ടം തിരക്കുള്ളവരാണ് ഇവിടെ വന്ന് ഇരിക്കുന്നത്. ഒന്നുമല്ലേലും രാവിലെ 5 മണി തൊട്ട് ഈ സംഭവം, ഈ ഫോണൊന്നും നോക്കാതെ ഇത്രയും നേരം ഇരുന്നത് തന്നെ വലിയ കാര്യമല്ലേ? ഇത് 5 മിനിറ്റ് കിട്ടിയാൽ ആരാ മെസ്സേജ് അയച്ചത്? എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മൾ എത്ര നേരം ഈ സംഭവം ബാഗിനകത്തെടുത്ത് ഗീശയിലിട്ടു? നോക്കിയിട്ടില്ല. അത് തന്നെ ഒരു വിലയല്ലേ? 2 മണി വരെ സമയം ഫോൺ പോലും അധികം നോക്കാതെ ഇത് സൈലൻ്റ് ആക്കി കീശയെ വെച്ചിട്ടുണ്ട്. അത് തന്നെ നമ്മൾ കൊടുക്കുന്ന വലിയ വിലയാണെന്നാണ് ഞാൻ പറയുന്നത്. അത് വലിയ കാര്യമാണ്. ഇത് 5 മിനിറ്റ് ഇടപെട്ട് ആരാ മെസ്സേജ് അയച്ചത് എപ്പോഴും നോക്കുന്ന നമ്മൾ ഉച്ചവരെ ഈ സാമം കീശയിലിട്ടത് തന്നെ വലിയ കാര്യമാണ്. ദൈവത്തിൻ്റെ അത്ഭുതമാണ്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നന്നായി ഒന്ന് പ്രാർത്ഥിക്കാണ്. സങ്കീർത്തന പുസ്തകം 133 അധ്യായത്തിൽ പറഞ്ഞില്ലേ, അഹറോന്റെ ശിരസിൽ നിന്ന് താടിരോമത്തിലൂടെ ഒഴുകി അത് വസ്ത്രത്തിലൂടെ ഒഴുകിയ തൈലം പോലെ ഇവിടെ വച്ച് ദൈവം നിങ്ങളുടെ മേൽ ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യും. നിങ്ങളെല്ലാവരും ഒന്ന് ഓർത്ത് ഈ ആലയത്തിന് വേണ്ടി കൂടി ഒന്ന് പ്രാർത്ഥിച്ച് എന്നിട്ട് പറഞ്ഞ്, ഒരു ദോഷവും ഇവിടെ വരല്ലേ. ഇത് എൻ്റെ വീടാണിത്. എനിക്ക് ഏത് സമയത്തും വന്ന് കുറേ നേരം ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കാൻ പറ്റും. എനിക്ക് ദൈവം തന്നൊരു വീടായത്. ഇങ്ങനെ ഒരു സ്ഥലം ഇല്ലായിരുന്നെങ്കിൽ ദൈവമേ ഞാൻ എന്നാ ചെയ്തേനെ? ഇങ്ങനെ ഒരു സ്ഥലം എനിക്ക് വേണ്ടി ഒരുക്കി തന്നല്ലോ. ഓടിക്കേറി വരാൻ പറ്റിയ ഒരു സ്ഥലം ഇവിടെ ഉണ്ടല്ലോ. നമ്മൾ ഈ മഴയൊക്കെ പെയ്യുമ്പോഴേ ഓടിപ്പോയി കടത്തണ്ണെ പോയി മഴ കൊള്ളാതെ നിൽക്കും, ഓടിപ്പോകും. ഇതുപോലെ ചിലർ സങ്കടങ്ങളുമായി ഓടി നനയാതെ കയറി നിൽക്കുന്ന സ്ഥലമാകട്ടോ ഇത്. പ്രതിസന്ധികൾ തളരാതെ ഓടിക്കേറി നിൽക്കുന്ന ആ സ്ഥലമായത്. എൻ്റെ ഭർത്താവ് അങ്ങനെയാണച്ചോ, എൻ്റെ ജീവിത പങ്കാളി ഇങ്ങനെയാണച്ചോ എന്നൊക്കെ പറഞ്ഞ് പ്രതിസന്ധിയിൽ ഓടി വന്ന് നിൽക്കുന്ന സ്ഥലമാണിത്. പറഞ്ഞ് ഈ സ്ഥലത്തൊരു അനുഗ്രഹത്തിൻ്റെ മഴ പെയ്യട്ടെ. ഇവിടെ സഹോദരന്മാർ ഒരുമിച്ച് താമസിക്കുന്ന ഈ സ്ഥലത്ത് ദൈവം തന്റെ ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യും. എല്ലാ കണ്ണുകളെയും ഒന്ന് അടച്ച്. കല്ലറയ്ക്കകത്ത് കിടന്നവൻ ആ പഞ്ചായത്തിലെ ആ ദേശത്തെ മുഴുവൻ ആൾക്കാരും പറഞ്ഞു കാണും, ഈ പുള്ളി രക്ഷപ്പെടൂല, ഈ പുള്ളി അവിടെ കിടന്ന് ചത്തുപോകത്തേ ഉള്ളൂ, ഈ പുള്ളിക്ക് ഇനി ആരും ജീവിതമില്ല, ഈ പുള്ളിയുടെ ജീവിതം കട്ടപ്പോകയാ. എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കല്ലേ പറഞ്ഞത്. പക്ഷെ ആരും പ്രതീക്ഷിച്ചില്ല ഈ പുള്ളിക്ക് ഇങ്ങനെ ഒരു നല്ല കാലം വരുമെന്ന്. നിങ്ങളെ ഇന്നത്തെ അവസ്ഥ കണ്ടേച്ച്, നിങ്ങളുടെ കടബാധ്യത കണ്ട്, നിങ്ങളുടെ വീടിൻ്റെ കുഞ്ഞ് അവസ്ഥ കണ്ടേച്ച് അപ്പുറത്തെ വീട്ടുകാർ പറയുന്നുണ്ട്, ഇവരിനി എങ്ങനെ രക്ഷപ്പെടാനാ, ഈ കൊച്ചിനി എങ്ങനെ രക്ഷപ്പെടാനാ? ഓ, എല്ലാം അവസാനിച്ചു, അയ്യോ അവരുടെ കാര്യം ഭയങ്കര കട്ടത്തിലാ. അങ്ങനെയൊക്കെയാ ചുറ്റും നിൽക്കുന്നവര് പറയുന്നെങ്കിലും ഭയപ്പെടണ്ട. ദൈവം നിന്നെ ഏറ്റെടുത്താൽ, ദൈവം നിന്നെ കണ്ടാൽ, നിന്നെ ദൈവം സ്റ്റേജിൽ കയറ്റും, നിന്നെ ദൈവം വലിയ ആളാക്കും. ഇതെല്ലാം കണ്ടേച്ച് പണ്ട് വിമർശിച്ചവരും വിധിച്ചവരും പുച്ഛിച്ചവരും തരം താഴ്ത്തിയവരും ഇങ്ങനെ
കണ്ണുകൾ ഇങ്ങനെ വിഴിച്ചു നോക്കും. എൻ്റെ ദൈവമേ, എങ്ങനെയായി കുടുംബം രക്ഷപ്പെട്ടെ, എങ്ങനെയായി പിള്ളേര് കരകയറിയ, അയ്യോ എങ്ങനെ ജീവിച്ചിരുന്നവരാ. പണ്ട് ഇവരുടെ ജീവിതം കഷ്ടമായിരുന്നു കേട്ടോ. ഞങ്ങളൊക്കെ അവർക്ക് ഇച്ചിരി അരിയൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ പണ്ട് അവർക്ക് ഒരു പാക്കറ്റ് പാല് മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അന്ന് ഇവരെ കണ്ടാൽ തന്നെ ആകെ ഒരു കാൽസ്യവും ഇല്ലാതെ വെളുത്ത് വിളറിയിരുന്ന പിള്ളേരാ. ഇപ്പൊ കണ്ടോ കാനഡയിലെന്നാ പറയുന്നത്. ഇപ്പൊ അങ്ങ് ഓസ്ട്രേലിയയിൽ പോയി ഇപ്പൊ അവിടെ സിറ്റിസൺ ആയെന്നൊക്കെ കേൾക്കുന്നു. നാട്ടിലേതാണ്ടോ വലിയ വീടൊക്കെ അവർ പണിയുന്നുണ്ട്. എങ്ങനെ സംഭവിച്ചു? അതെങ്ങനെയോ സംഭവിച്ചതല്ല. ദൈവം നിന്നെ കണ്ടതുകൊണ്ടോ, ദൈവം നിന്നെ അനുഗ്രഹിച്ചത് കൊണ്ടോ അങ്ങനെയൊക്കെ സംഭവിച്ചത്. കണ്ണുകളെ ഒന്ന് അടച്ച് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ. നന്നായി പ്രാർത്ഥിക്കുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നിന്റെ മേൽ വരുന്നത്, നിന്റെ കുടുംബത്തിൻ്റെ മേൽ വരുന്നത്. എവിടെയാണ് സൗഖ്യം ആവശ്യമുള്ളത്? എവിടെയാ തകർന്നു കിടക്കുന്നത്? സാമ്പത്തികമായിട്ടാണോ ഇന്ന് അങ്ങനെ കിടക്കുന്നത്? സാമ്പത്തികമായി തകർന്നിരിക്കുവാണോ? സ്വഭാവ വൈകല്യം കൊണ്ട് അങ്ങനെയാണോ? പാപകരമായ ജീവിതത്തിലൂടെ പോയി തകർന്നു പോയോ? സാരമില്ല കുഞ്ഞെ, ദൈവം നിന്നെ വരുന്നത് കൈ പിടിച്ചുയർത്താനാ. ഞാനിവിടെ മൈക്കെടുത്തത് നിനക്ക് ദോഷം വരുമെന്ന് പറയാനല്ല, നീ രക്ഷപ്പെടുകയില്ലെന്ന് പറയാനല്ല, നീ തകർന്നു പോകത്തേ ഉള്ളൂ എന്ന് പറയാനല്ല, നിന്റെ വീട് മുഴുവൻ പോക്കുവരവുണ്ടെന്ന് പറയാനല്ല, നിന്റെ വീട്ടിൽ ആരോ മന്ത്രവാദം ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയാനല്ല, വീടിൻ്റെ അപ്പുറത്ത് ബാത്റൂമിൻ്റെ സൈഡിൽ ഒരു തകിട് കിടപ്പുണ്ടെന്ന് പ്രസംഗിക്കാനല്ല ഞാൻ മൈക്കെടുത്തത്. ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറയാനാ, ദൈവം നിന്നെ വിടുവിക്കുമെന്ന് പറയാനാ, ദൈവം നിന്നെ സൗഖ്യമാക്കുമെന്ന് പറയാനാ, നിനക്കൊരു നല്ല ജീവിതം ദൈവം കരുതിയിട്ടുണ്ടല്ലോ എന്ന് പറയാനാ, നിന്റെ കുടുംബത്തിൽ സമാധാനം എന്ന് പറയാനാ, ശലോം സമാധാനം എന്ന് പറയാനാ മൈക്കെടുത്തത്. രണ്ട് കരങ്ങളും ഉയർത്തി ഒന്നായി ഒന്ന് കയ്യരമടിച്ച് പ്രാർത്ഥിച്ച് ആരാധിക്കേണ്ട ഒരു സമയമാണ്. രണ്ട് കരങ്ങളും ഉയർത്തി അധരങ്ങളെ തുറന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. നമ്മൾ ചെയ്യുന്നതും നമ്മളെ കൊണ്ട് ദൈവം ചെയ്യുന്നതുമായ പ്രവൃത്തികളുണ്ട്. നാം ചെയ്യുന്നതും നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്നതും നാം ചെയ്യുന്നതും നമ്മളെ കൊണ്ട് ദൈവം ചെയ്യുന്നതുമായ പ്രവൃത്തികളുണ്ട്. എല്ലാവരും അധരങ്ങളെ തുറന്ന് പോരാ, ശബ്ദം ഉയർത്തി ഒരു 5 പേരെങ്കിലും കേൾക്കെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഒരു അത്ഭുതം അടയാളം ഇവിടെ സംഭവിക്കട്ടെ, ഒരു അടയാളം സംഭവിക്കട്ടെ, ദൈവ പ്രവൃത്തികൾ സംഭവിക്കട്ടെ. കരമടിച്ചൊന്ന് പാടി, കരമടിച്ചു പാടാം. സംശയിക്കാൻ വളരെ എളുപ്പമാണ്, വിശ്വസിക്കാനാണ് ബുദ്ധിമുട്ട്. വിശ്വസിക്കുക, നീ വിശ്വസിക്കുന്നത് നിനക്ക് അനുഗ്രഹമാകും. കരമടിച്ചു പാടാം, എല്ലാവരും കരമടിച്ചു. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ശബ്ദമുയർത്തി. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. പിന്നെയോ എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. അതുകൊണ്ട് എന്റെ ദൈവത്താ പാടി, എന്റെ ദൈവത്താ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. എന്റെ ദൈവത്താ എന്റെ ദൈവത്താ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. എന്നെ എതിർക്കുന്ന ശത്രുക്കളല്ല ചിഹ്ന ഭിന്നമായി പോകും. എന്റെ ദൈവത്താ വിശ്വസിച്ച് എന്നെ എതിർക്കുന്ന ശത്രുക്കളല്ല ചിഹ്ന ഭിന്നമായി പോകും. എന്റെ ദൈവത്താ പിന്നെയോ എന്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എന്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും ഉയർത്തി അടിച്ച് എന്റെ ദൈവത്താ എന്റെ ദൈവത്താ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടത്തും. പാടി, എന്റെ ദൈവത്താ എന്റെ ദൈവത്താ നിശ്ചയം. കരങ്ങൾ താഴ്ത്തി അടിച്ച് തന്റെ വചനം കരമടിച്ച് പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടത്തും. ആ കരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ആ കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് എന്നിട്ട് കണ്ണുകളടച്ച് ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുണ്ടല്ലോ സത്യസന്ധമാണെങ്കിൽ,
അതിൻ്റെ അനുഭവം തീർച്ചയായിട്ടും ഉണ്ടാവും. ഹല്ലേലൂയ. മറക്കുമോ? വിശ്വസിക്കുന്നു കർത്താവേ. അല്ല, എൻ്റെ പ്രാർത്ഥന ആരെയും കാണിക്കാനോ ആരെയും ബോധ്യപ്പെടുത്താനോ ചടങ്ങിനോ ആണെങ്കിൽ അതൊരിക്കലും ഒരനുഭവമാകത്തില്ല. എൻ്റെ പ്രാർത്ഥന സത്യമാണെങ്കിൽ അതിനൊരനുഭവം ഉണ്ടായിരിക്കും. ആമേൻ. ആമേൻ. ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ അഹറോൻ്റെ തലയിൽ നിന്ന് താടിയിലേക്കിറങ്ങി അങ്കിയുടെ കഴുത്തുപട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെ ആമേൻ. നിന്റെ മേൽ അനുഗ്രഹവും ജീവനും ദൈവമയക്കും. ആമേൻ. വിശ്വസിക്കുന്ന കർത്താവേ, വിശ്വസിക്കുന്നു. തകർന്ന് തരിപ്പണമായി കല്ലറയ്ക്കിടയിൽ കിടന്നവനെ ഒരു വലിയ വചനപ്രഘോഷകനാക്കി മാറ്റി. ഹല്ലേലൂയ. ആ ദേശത്ത് തന്നെ പുള്ളി ഒരു അത്ഭുതമായി. ആമേൻ. എവിടെയാ തകർന്ന് കിടക്കുന്നേ? എവിടെയേലും തോറ്റുപോയോ നീ? എവിടെയേലും തകർന്നു പോയോന്ന്? അവിടെ തന്നെ ഉയർന്നു വരും. ഹല്ലേലൂയ. പലരും അത്ഭുതപ്പെടുന്ന വിധത്തിൽ തന്നെ. ആമേൻ. അങ്ങനെ ആയിക്കോണം, രക്ഷപ്പെട്ടോണം. ഹല്ലേലൂയ. ഈ കേൾക്കുന്ന ശബ്ദം കേട്ട് മറന്നു പോകല്ലേ, ഉയരങ്ങളിലെത്തിക്കോണം. ഹല്ലേലൂയ. നല്ല പ്രായത്തിൽ അനേകർക്ക് അത്ഭുതമാകത്തക്ക വിധം നീ ഒരു അനുഗ്രഹമായിക്കൊള്ളണം. ഹല്ലേലൂയ. ഒരു കുഴിയിലും ചെന്ന് ചാടിയേക്കല്ല്, ഒരു ഏടാകൂടത്തിലും ചെന്ന് പെട്ടുപോയേക്കല്ല്, രക്ഷപ്പെടണം. ആമേൻ. കേട്ടോ, കുഞ്ഞുങ്ങളോട് യുവതി യുവാക്കളോട് രക്ഷപ്പെട്ടോണം. ആമേൻ. അതിനുവേണ്ടിയാ ഈ തൊണ്ണ പൊട്ടുന്ന വിധത്തിൽ പ്രസംഗിക്കുന്നത്. ഉയരങ്ങളിലെത്തണം. ആമേൻ. ഇവിടെ വന്നൊരു സാക്ഷ്യം പറയണം. ഹല്ലേലൂയ. ദൈവത്തെ മഹത്വപ്പെടുത്തി ഇവിടെ നിങ്ങളുടെ ശബ്ദത്തിൽ ഒരു സാക്ഷ്യം കേൾക്കാനിടയാവും. ആമേൻ. ഇതൊരു ചടങ്ങല്ല, ഇത് ആരെയും ബോധ്യപ്പെടുത്താനല്ല, ആരെയും കാണിക്കാനല്ല, ഇത് സത്യമുള്ളൊരു പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. ഇത് സത്യസന്ധമായി പ്രാർത്ഥിക്കുക. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് ഒരു സാക്ഷ്യം പറയാൻ ദൈവം നിങ്ങളുടെ കയ്യിൽ തരട്ടെ. ആമേൻ. ഒരു സാക്ഷ്യം പറയാൻ ഒരനുഗ്രഹം ദൈവം നിങ്ങളുടെ കരങ്ങളിൽ തരട്ടെ. നിങ്ങളുടെ ആ നിയോഗത്തെ മനസ്സിൽ കണ്ടുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ച്, സിമിത്തേരിയിൽ കല്ലറയ്ക്കിടയിൽ കിടന്നവനെ ഒരു അത്ഭുതമാക്കിയ പോലെ എൻ്റെ ജീവിതത്തെ ഒരു അത്ഭുതമാക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. നിനക്കും പറയാനുണ്ടാകും ഒരു സാക്ഷ്യം, നിനക്കും പറയാനുണ്ടാവും. ആമേൻ. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.